ഹലോ, ഗുഡ് ഈവനിങ്. മാതൃഭൂമി ന്യൂസ് പി മാർക്ക് അഭിപ്രായ സർവേയുടെ രണ്ടാം ദിവസം 25,386 സാമ്പിളുകൾ ശേഖരിച്ച് മാർച്ച് 27 മുതൽ ഏപ്രിൽ 12-ാം തീയതി നടത്തിയ കേരളത്തിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഏറ്റവും വിപുലമായ ഒപ്പീനിയൻ പോളിലേക്ക് ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നലെ 7 മണ്ഡലങ്ങളുടെ പ്രവചനമാണ് പുറത്തുവിട്ടത്. ഇന്ന് 7 മണ്ഡലങ്ങൾ കൂടി വരുന്നുണ്ട്. ഇന്നലെ 5-2 ആയിരുന്നു. 5 UDF, 2 LDF. ഇന്ന് എങ്ങനെയായിരിക്കും എന്നറിയാനുള്ള ആകാംക്ഷ എനിക്കുമുണ്ട്. എന്ന് മാത്രമല്ല, വളരെ ശക്തമായ മത്സരം നടക്കുന്ന ചില മണ്ഡലങ്ങൾ ഇന്നത്തെ രണ്ടാമത്തെ ദിവസത്തിലാണ് താൻ. ഇന്നലെ പറയുമ്പോൾ 5 എണ്ണം UDF എന്ന് പറയുമ്പോൾ അതിനകത്ത് വെറും 3% കുറവ് ഉള്ള മാർജിനിൽ മുന്നിട്ട് നിൽക്കുന്ന മണ്ഡലങ്ങളുണ്ട്. അതുപോലെ തന്നെ UDF-നും LDF-നും ഒക്കെ ഉണ്ട്. നിലവിൽ നമുക്ക് 5-2 എന്ന് പറയാം. ഇന്നും അതുപോലെ 7 മണ്ഡലങ്ങളിലേക്ക് പോകുമ്പോൾ UDF-ഉം LDF-ഉം എത്ര വീതം മണ്ഡലങ്ങളിൽ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി അറിയാനുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ കേരളം കാത്തിരിക്കുന്ന പി മാർക്ക് മാതൃഭൂമി ന്യൂസ് അഭിപ്രായ സർവേയുടെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഒട്ടും സമയം കളയാനില്ല. ഇന്നത്തെ ആദ്യത്തെ മണ്ഡലം മലപ്പുറം. അഭിലാഷ്, ഇപ്പോ മലപ്പുറത്തിന്റെ കാര്യത്തിൽ വലിയ അത്ഭുതമൊന്നും സംഭവിക്കാനില്ല. കഴിഞ്ഞ തവണത്തെ ഫലം, അതുപോലെ തന്നെ നമ്മുടെ ആദ്യഘട്ടത്തിലെ ഫലം എല്ലാം UDF-ന് വലിയ മേൽക്കൈ കൊടുക്കുന്നതാണ്. തീർച്ചയായിട്ടും ഈ തവണ കൗതുകത്തോടെ നോക്കുന്ന ഒരേ ഒരു കാര്യം, സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ ഉൾപിരിവുകൾ ഏതെങ്കിലും തരത്തിൽ ഇടതു മുന്നണിക്ക് സഹായകരമാകുമോ എന്നുള്ളതാണ്. വലിയ തോതിൽ ഇടതു മുന്നണി അതിൽ പ്രതീക്ഷ വെക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, SKSSF-ന്റെ പ്രവർത്തകർ തങ്ങൾക്ക് വേണ്ടി വോട്ട് പിടിച്ചു തരുമെന്ന ആത്മവിശ്വാസം അവർക്കുണ്ട്. ആ ഒരു അടിയൊഴുക്ക് എങ്ങനെ മലപ്പുറത്ത് പ്രതിഫലിക്കും? അത് റിസൾട്ടിനെ ബാധിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആ അടിയൊഴുക്ക് മൂലം അഡീഷണലായി ഇടതുപക്ഷത്തേക്ക് ഇതുവരെ കിട്ടാത്ത വോട്ടുകൾ കിട്ടുമോ എന്നുള്ളതാണ് മലപ്പുറത്തിന്റെ ഈ പോരാട്ടത്തെ കൗതുകകരമാക്കുന്ന ഘടകം. അധികമായിട്ട് എത്ര വോട്ട് കിട്ടിക്കഴിഞ്ഞാലും ഏറ്റവും അവസാനവും ഈ തട്ട് താഴ്ന്നു തന്നെ നിൽക്കും. തീർച്ചയായും നമ്മുടെ കഴിഞ്ഞ തവണത്തെ സർവേ അനുസരിച്ച് 31% വി വസീഫിന് കിട്ടുമ്പോൾ 54% ET മുഹമ്മദ് ബഷീറിനെ പ്രൊജക്ട് ചെയ്തത്. അത് തന്നെ നോക്കണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 57.01% വോട്ട് വാങ്ങി UDF ജയിച്ച മണ്ഡലമാണ് മലപ്പുറം. ഇപ്പോൾ നമുക്കറിയാം 7 നിയമസഭാ മണ്ഡലങ്ങളും LDF തരംഗത്തിലും 7 നിയമസഭാ മണ്ഡലങ്ങളും മുസ്ലിം ലീഗ് MLA-മാരുള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ അത്രയും ഹ്യൂജായ ഡിഫറൻസ് UDF-ഉം LDF-ഉം തമ്മിലുള്ള ഒരു മണ്ഡലത്തിൽ ഈ പുതിയ രാഷ്ട്രീയ പരീക്ഷണത്തിലൂടെ ഭൂരിപക്ഷം കുറയ്ക്കുക എന്നുള്ളതായും ന്യായമായും LDF ലക്ഷ്യം വെക്കുക എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ അതുകൊണ്ടും മതിയാകുമോ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് പരിശോധിക്കാം. തീർച്ചയായും അങ്ങനെയാണെങ്കിൽ ഈ തവണ എങ്ങനെയാ ഈ രണ്ടാം ഘട്ടത്തിൽ മലപ്പുറം എങ്ങനെ ചിന്തിക്കുന്നു? നമ്മൾ സമയം കളയാതെ തന്നെ പെട്ടെന്ന് ആ പ്രൊജക്ഷനിലേക്ക് പോവുകയാണ്. മലപ്പുറത്തിന്റെ മനസ്സിൽ 54% ET മുഹമ്മദ് ബഷീർ. കഴിഞ്ഞ തവണത്തേക്കാൾ 2% അധികം വസീഫ് നേടുന്നു. യെസ്, അത് ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ അതിൽ വർക്ക് ചെയ്തിരിക്കാം. 31-ൽ നിന്ന് 33-ലേക്ക് വസീഫ് വർദ്ധിക്കുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ET മുഹമ്മദ് ബഷീറിന്റെ വോട്ട് ഷെയർ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഏണി എന്ന് പറയുന്ന മലബാറുകാരുടെ കോണി, നമ്മളൊരു കോണി അലക്ഷ്യമായി വലിച്ചെറിയുകയാണെന്ന് വെച്ചോ മലപ്പുറത്ത്, അത് എങ്ങനെ പോയാലും അവിടെ തന്നെ നേരെ പോയി നിൽക്കും എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ വലിയ വ്യത്യാസത്തിന് ഈ പറഞ്ഞ വിവിധ രാഷ്ട്രീയ ഘടകങ്ങൾ ഉണ്ട്. ന്യൂനപക്ഷ മേഖലയിലേക്ക് കടന്നു കയറാൻ ഇടതു മുന്നണി പലതരത്തിലുള്ള സ്ട്രാറ്റജി പരീക്ഷിക്കുന്നുണ്ട്. എങ്കിൽ പോലും സ്റ്റേബിളാണ് മലപ്പുറം. വലിയ ഭൂരിപക്ഷത്തിന് മലപ്പുറം ET മുഹമ്മദ് ബഷീർ വിജയിക്കും. UDF മലപ്പുറം നിലനിർത്തും. M അബ്ദുൽ സലാം എന്ന പരീക്ഷണത്തിന് വലിയ തോതിലുള്ള മാറ്റമൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ട ഒരു കാര്യം, അവിടെ പാർട്ടി മിഷനറി വേണ്ടത്ര പ്രവർത്തിക്കുന്നില്ല, BJP മിഷനറി വേണ്ടത്ര പ്രവർത്തിക്കുന്നില്ല എന്ന് അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് അഭിമുഖം നൽകിയതിനകത്ത് പറഞ്ഞത് കണ്ടു. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയോടൊപ്പം വാഹനത്തിൽ കയറ്റാതെയുള്ള നീരസവും അദ്ദേഹം പ്രകടിപ്പിച്ചു. അന്ന് അത് മാനേജ് ചെയ്യാവുന്നതായിരുന്നു, പക്ഷേ എന്നിട്ട് ഞാൻ പാർട്ടിയെ ഡിഫെൻഡ് ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായും കഴിഞ്ഞ തവണ 8% BJPക്ക് മണ്ഡലത്തിലെ വോട്ട് വിഹിതം. ഇത്തവണ അത് 10% വർദ്ധിക്കും എന്നുള്ളതാണ് പി മാർക്കിന്റെ ഈ അഭിപ്രായ സർവേ പറയുന്നത്. എന്തായാലും നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു കാര്യം, വളരെ വലിയ വ്യത്യാസം, വളരെ വലിയ മേൽക്കൈ മുസ്ലിം ലീഗിന് UDF-ന് മലപ്പുറത്ത് LDF-ന് മുകളിലുണ്ട്. ഇപ്പോൾ BJPയുടെ വോട്ടിന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയണം. ഇതിന് മുൻപ് അവിടെ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോൾ ഏതാണ്ട് 82,000 വോട്ട് കിട്ടി. അബ്ദുള്ളക്കുട്ടി വന്ന് മത്സരിക്കുമ്പോൾ അത് 62,000 കുറഞ്ഞു. അതായത് ന്യൂനപക്ഷത്തിൽ നിന്നുള്ളൊരു സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ വേണ്ടത്ര വോട്ട് അവിടെ കിട്ടുന്നില്ല എന്നുള്ളതും ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും ഏതായാലും നമുക്ക് മലപ്പുറത്തിന്റെ ചുവരെഴുത്ത് വളരെ വ്യക്തമാണ്. മലപ്പുറത്തേക്ക് ചാരിയിരിക്കുന്ന ആ കോണിക്ക് മാറ്റമൊന്നുമില്ല. രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായ ആദായ നികുതി വകുപ്പിന്റെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും നടപടി രാഷ്ട്രീയ പ്രേരിതമാണോ എന്നുള്ളതാണ് ചോദ്യം. തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരിക്കലും കാണാത്ത വിധത്തിൽ IT-യും ED-യും
പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ റെയ്ഡ് ചെയ്യുക, അവരുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുക, നേതാക്കളെ തടങ്കലിലാക്കുക, ഇത് ഇലക്ഷനിൽ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് നിഷേധിക്കുന്നതിന് തുല്യമായ കാര്യമാണ്. ആഗോള തലത്തിൽ പോലും ചർച്ചയായ കാര്യമാണ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമായി ജനങ്ങളും ചർച്ച ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക്, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവർത്തിക്കാൻ തന്നെ കഴിയാത്ത രീതിയിൽ, ഫണ്ട് കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ, ഉള്ള ഫണ്ട് ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ അവരെ ശ്വാസം മുട്ടിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തുണ്ടായ കാര്യം. ഇതിനെക്കുറിച്ച് ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കും? ജനങ്ങളുടെ അഭിപ്രായം എന്താണ്? IT-ED നടപടികൾ രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന കാര്യത്തിൽ ജനങ്ങൾ എന്ത് പറയുന്നു എന്ന് നോക്കുമ്പോൾ ആണ്, രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ചിന്തിക്കുന്നവരാണ് കൂടുതൽ. 59% പേരും IT-ED നടപടികൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയുമ്പോൾ അല്ല എന്ന് 24% പേർ മാത്രമാണ് പറയുന്നത്. അതായത് ഈ നടപടിയിൽ ജനങ്ങൾക്ക് രോഷമുണ്ട്, പ്രതിഷേധമുണ്ട്, അമർഷമുണ്ട്. അവർ ഈ ഒരു കാര്യത്തിൽ അതും വോട്ടിങ്ങിൽ പ്രതിഫലിക്കാം. ഇന്നലെ നമ്മൾ ഈ സ്വതന്ത്രവും നീതിപൂർവമാണോ തെരഞ്ഞെടുപ്പെന്ന് ചോദിച്ചപ്പോഴും കൂടുതൽ പേരും അത് അങ്ങനെ അവർ വിശ്വസിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ അത് ശതമാനം കണക്കിൽ കുറവായിരുന്നു. പക്ഷേ ഇതിപ്പോൾ നോക്കൂ, ഈ രാഷ്ട്രീയ പാർട്ടികളെ ഇങ്ങനെ ഞെക്കിക്കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള തോന്നലാണ് ഭൂരിഭാഗം ജനങ്ങളുടെ ഭാഗത്ത്. തീർച്ചയായും ഇനി ഒരു മണ്ഡലത്തിലേക്കാണ് പോകുന്നത്. ഏറ്റവും ശക്തമായ അപ്രവചനീയമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ആലത്തൂർ ആരെടുക്കും? അല്ല അഭിലാഷ്, ഈ അപ്രവചനീയം എന്നൊക്കെ പറയാൻ ആലത്തൂർ അങ്ങനെ ഒരു മത്സരം നടക്കുന്നുണ്ടോ? ആണ്. കാരണം കഴിഞ്ഞ തവണ രമ്യ ഹരിദാസ് പാട്ടും പാടി ജയിച്ചത് ഇടതുമുന്നണിയുടെ ഒരു കോട്ടയിലാണ് എന്ന് ആലോചിക്കണം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2 ലക്ഷത്തിലധികം വോട്ടിന്റെ മേൽക്കൈ ഇടതുമുന്നണിക്കുള്ള ഇടതുപക്ഷ ശക്തി കേന്ദ്രമാണ് കഴിഞ്ഞ തവണ രമ്യ ഹരിദാസ് പിടിച്ചെടുത്തത്. അപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി, എന്ത് വിധേനയും അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് സംസ്ഥാനത്തെ സീനിയർ മന്ത്രിയായിട്ടുള്ള കെ രാധാകൃഷ്ണനെ അങ്ങോട്ട് അയച്ചത്. അപ്പോൾ ആലത്തൂരിലെ കളി ചില്ലറ കളിയല്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മളുടെ ആദ്യഘട്ടം സർവേയിൽ 1% കെ രാധാകൃഷ്ണൻ മുന്നിലായിരുന്നു. അതെ, ഒറ്റ പോയിന്റിന് ഇഞ്ചോടിഞ്ച് മത്സരത്തിൽ കെ രാധാകൃഷ്ണൻ മുന്നിലാണ് എന്നുള്ളതാണ് നമ്മുടെ ആദ്യഘട്ട സർവേ പറഞ്ഞത്. 2ാം ഘട്ട സർവേ അങ്ങനെ തന്നെ ആയിരിക്കുമോ, അതോ ഈ പറഞ്ഞ ലീഡ് കെ രാധാകൃഷ്ണൻ വർദ്ധിപ്പിച്ചിട്ടുണ്ടാകുമോ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1,58,000 വോട്ടിന് ജയിച്ച രമ്യ ഹരിദാസിനെ മറികടന്ന് നമ്മുടെ പ്രവചന ഫലത്തിൽ 1% കെ രാധാകൃഷ്ണൻ മുന്നിലെത്തിയിരുന്നു. അവിടെ നിന്ന് കെ രാധാകൃഷ്ണൻ പിന്നെയും മുന്നേറിയോ അതോ പുറകോട്ട് പോയോ എന്നുള്ളതാണ് അറിയാനുള്ളത്. കഴിഞ്ഞ തവണ 52.4% വോട്ടാണ് രമ്യ ഹരിദാസ് നേടിയത്. കോഴിക്കോടുകാരി ആലത്തൂര് വന്ന്, അതും ഒരു യുവ നേതാവ്, CPIM-ന്റെ ഒരു കോട്ട കൊത്തളത്തിൽ 52% വോട്ട് നേടുക. ഡിഫറൻസ് യെസ് എന്ന അത്ഭുതം നമ്മൾ കണ്ടു. 36.8 കഴിഞ്ഞ തവണ 2019 PK ബിജു പിന്നിലോട്ട് പോകുന്നത് കൊണ്ട് തൊട്ട് മുൻപത്തെ ഇലക്ഷനിൽ 44 മുകളിൽ 45% അടുത്ത് പോൾ ചെയ്ത വോട്ടുകളാണ് ഇടതുപക്ഷത്തിന് നഷ്ടമായെന്ന് ഓർക്കണം. അങ്ങനെ വളരെ വളരെ കൗതുകകരമായ രാഷ്ട്രീയം ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള മണ്ഡലമാണ് ആലത്തൂർ. അതുകൊണ്ട് ആലത്തൂരിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് രാഷ്ട്രീയ കേരളത്തിന് മുഴുവൻ കൗതുകമുള്ള കാര്യമാണ്. നേരത്തെ ഞാൻ ഈ മലപ്പുറത്തെ കോണിയുടെ കാര്യം പറഞ്ഞതുപോലെ ഒരു കാലത്ത് CPM-ന് അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രം വരച്ചു വെച്ചു കഴിഞ്ഞാൽ വോട്ട് ആ പെട്ടിയിൽ വീഴുന്ന അവസ്ഥയുണ്ടായിരുന്നു. അതിൽ നിന്നാണ് കഴിഞ്ഞ തവണ മാറ്റമുണ്ടായത്. തീർച്ചയായും 2009 ആദ്യമായി ആലത്തൂർ മണ്ഡലം രൂപം കൊണ്ട 2009 തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനമാകെ UDF തരംഗമാണ് ആഞ്ഞടിച്ചത്. ആ UDF തരംഗത്തിൽ പോലും വീഴാതിരുന്ന ഇടതുപക്ഷത്തിന്റെ കോട്ടയായിരുന്നു ആലത്തൂർ. അത് കഴിഞ്ഞ തവണ അനായാസം രമ്യ ഹരിദാസിന് മുമ്പിൽ കീഴടങ്ങി. അപ്പോൾ ശ്രദ്ധേയമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ആലത്തൂരിൽ എന്താണ് സംഭവിക്കുന്നത്? ഏറ്റവും ഒടുവിലത്തെ ഏപ്രിൽ 12 വരെയുള്ള ഒപ്പീനിയൻ പോളിന്റെ സാമ്പിളുകൾ വിശകലനം ചെയ്യുമ്പോൾ ഏറ്റവും അന്തിമമായി ആലത്തൂരിൽ എന്താണ് നടക്കുന്നത് എന്നൊന്ന് കണ്ടു നോക്കാം. വരട്ടെ. ആലത്തൂരിൽ രമ്യ ഹരിദാസ് അത്ഭുതകരം, ആശ്ചര്യജനകം. അട്ടിമറിയാണത്. 3 പോയിന്റിന്റെ ഡിഫറൻസ് ആലത്തൂരിൽ രമ്യയ്ക്ക് കെ രാധാകൃഷ്ണന് മേലുണ്ട്. ഇടതുപക്ഷത്തിന് നിർത്താൻ കഴിയുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് പോലും ആലത്തൂർ അവരിൽ നിന്ന് കൈവിട്ട് പോവുകയാണെങ്കിൽ അത് രാഷ്ട്രീയ കേരളത്തിൽ നൽകുന്ന പാഠങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇത് എനിക്ക് മാറ്റം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഫലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് കഴിഞ്ഞ തവണത്തേത് 1% കെ രാധാകൃഷ്ണൻ മുന്നിൽ നിൽക്കുന്നു. ഇത്തവണ അത് മാറി മറിഞ്ഞ് 3% രമ്യ ഹരിദാസ് മുന്നിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രവചനം നൽകുന്ന സൂചന. പക്ഷേ കെ രാധാകൃഷ്ണൻ നേരത്തെ നിയമസഭയിൽ മത്സരിക്കുമ്പോഴും ചേലക്കരയിൽ ചില അഭിപ്രായ സർവേ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ അദ്ദേഹം പുറകിലാണെന്ന് വന്നിരുന്നു. പക്ഷേ അദ്ദേഹം ഏറ്റവും അവസാനം 39,000 വോട്ടിനാണ് ജയിച്ചത്. ഇനി അതല്ല, കെ രാധാകൃഷ്ണൻ നിയമസഭയിൽ തുടരണം, സംസ്ഥാനത്ത് മന്ത്രിയായി തുടരണം എന്ന് ആ നാട്ടുകാർ വിചാരിക്കുന്നുണ്ടെങ്കിൽ രമ്യ ഹരിദാസ് തന്നെ വീണ്ടും ലോക്സഭയിൽ. അങ്ങനെ ചിന്തിക്കാതോ, രാധേട്ടൻ ഇപ്പൊ മന്ത്രിയല്ലേ, ഇപ്പൊ മന്ത്രിയായിരിക്കട്ടെ എന്ന് വിചാരിക്കാം, നമ്മുടെ കുട്ടി ജയിച്ചു പോട്ടെ എന്നും വിചാരിക്കാം. അങ്ങനെയൊക്കെ പല 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 കാര്യങ്ങളുണ്ടല്ലോ തെരഞ്ഞെടുപ്പിൽ. നോക്കൂ, പക്ഷേ നമ്മൾ ആദ്യഘട്ട സർവേ കഴിഞ്ഞിട്ട് 23 ദിവസം പിന്നിട്ടു. ആദ്യഘട്ട സർവേ കഴിഞ്ഞതിന് ശേഷം
വളരെ ശക്തമായ പ്രചണ്ഡമായ രാഷ്ട്രീയ പ്രചരണം, തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്നു. ആ പ്രചരണ ഘട്ടത്തിൽ രമ്യ ഹരിദാസ് അവരുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചിരിക്കുന്നു. 42 ആണ് നേരത്തെ നമ്മൾ പ്രൊജക്ട് ചെയ്തിരുന്നതെങ്കിൽ അത് 44ലേക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അതേസമയം 43-ൽ നിന്ന് 41ലേക്ക് കെ രാധാകൃഷ്ണൻ കുറയുകയാണ് ചെയ്തത്, -2. അതായത് രമ്യ ഹരിദാസിന് +2 ആണെങ്കിൽ അപ്പോ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ UDF അവിടെ മേൽക്കൈ നേടിയിരിക്കുന്നു, അല്ലെങ്കിൽ പ്രചരണ വിഷയങ്ങളിൽ LDFനെ UDF മറികടന്നിരിക്കുന്നു എന്ന് നമുക്ക് ഈ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ പറയാം. അഭിലാഷ്, ഇതിനകത്ത് ഇങ്ങനെ വരികയാണെങ്കിൽ, അതല്ലെങ്കിൽ രമ്യ ഹരിദാസ് അവിടെ ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ സർക്കാരിനെതിരെയുള്ള ആന്റി ഇൻകംബൻസി നന്നായിട്ട് വർക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഒരു പ്രദേശമാണ് അത് എന്ന് ഞാൻ പറയും. ഇപ്പോൾ പെൻഷൻ, സാമൂഹ്യ ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്ന കാര്യത്തിലൊക്കെ കുറച്ച് കുടിശ്ശിക കൊടുത്തു തീർത്തുവെങ്കിലും ആന്റി ഇൻകംബൻസി എന്ന് പറയുന്ന ഒരു കാര്യം കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പുറകിൽ പോകുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രധാനപ്പെട്ട കാരണം സർക്കാരിനെതിരെയുള്ള വികാരം. തീർച്ചയായും, കാരണം ഇടതുപക്ഷത്തിന് ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് ആലത്തൂർ. ഇവിടെ 2 ഗഡു ഈ പറഞ്ഞ പെൻഷൻ 2 ഗഡു പെൻഷൻ വാങ്ങിച്ച് 3200 രൂപ കയ്യിൽ വാങ്ങിയിട്ടുള്ള ആളുകൾ വോട്ട് കുത്താൻ പോകുമ്പോൾ നമ്മളെ മറക്കില്ല എന്നൊക്കെയാണ്. ഇനിയുണ്ട് കുടിശ്ശിക. ഉണ്ട്, അല്ല, കുടിശ്ശികയുടെ 2 ഗഡു ആണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ 3200 രൂപ കൈ കിട്ടുന്ന ആളുകൾ വോട്ട് ചെയ്തേക്കുമെന്ന പ്രതീക്ഷയൊക്കെ ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയല്ല. ജനങ്ങൾ ഭരണത്തെ വിലയിരുത്തുന്നത് കുറച്ചുകൂടി വേറൊരു ലെവലിലാണ് എന്ന് വേണം. ഇതാണ് അന്തിമ ഫലമായി വരിക എങ്കിൽ നമുക്ക് വിശകലനം ചെയ്യാൻ കഴിയും. കാരണം കെ രാധാകൃഷ്ണനെ പോലൊരു സ്ഥാനാർത്ഥി നിർത്തിയിട്ടും ഇടതുപക്ഷം പുറകിലോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനപ്പുറത്ത് അതിനെ മറികടക്കുന്ന മറ്റെന്തോ അവിടെ വർക്ക്. തീർച്ചയായും അത് നിശ്ചയമായും സ്ഥാനാർത്ഥിയുടെ കുഴപ്പമല്ല. അത് സ്ഥാനാർത്ഥികളുടെ രണ്ടുപേരുടെയും താരതമ്യവുമല്ല. അവിടെ നിർത്താൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെ കുറിച്ച് കോൺഗ്രസുകാരുടെ ഇടയിൽ തന്നെ എതിർപ്പും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ ഈ ആലത്തൂർ പോയപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഇടക്കാലത്ത് കനുകോലൂർ റിപ്പോർട്ട് രമ്യ ഹരിദാസിനെ അവിടെ നിന്ന് മാറ്റണമെന്ന ചർച്ച, അവർ പോപ്പുലർ അല്ലാന്ന ചർച്ചയൊക്കെ നടന്നല്ലോ. അത് പാർട്ടിക്കാരുടെ ഇടയിൽ മാത്രമാണെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. അപ്പോൾ രമ്യ ഹരിദാസിന്റെ പാട്ടും അല്ലെങ്കിൽ അവരുടെ ജനകീയതയൊക്കെ ജനങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എന്ന് വേണം ഈ 44 അവരിപ്പോഴും നിലനിർത്തുന്നുണ്ടെങ്കിൽ അതിനർത്ഥം. ഇടുക്കി 2014 LDF ജോയ്സ് ജോർജിലൂടെ അട്ടിമറി വിജയം നേടിയ മണ്ഡലമാണ്. പക്ഷെ നമ്മുടെ ആദ്യഘട്ട സർവേ 10% അഡ്വാൻറ്റേജ് ആണ്. 10% അഡ്വാൻറ്റേജ് ആണ് ഇതേ ജോയ്സ് ജോർജിന് മുകളിൽ ഡീൻ കുര്യാക്കോസിന് നൽകിയത്. 48-38. അത് അതേപടി നിലനിൽക്കുകയായിരിക്കുമോ? അതാണ് നമുക്ക് അറിയാനുള്ളത്. ഇടുക്കി നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ടൈംസിൽ ചിന്തിക്കുമ്പോൾ പരമ്പരാഗതമായി അത് UDFനെ പിന്തുണയ്ക്കുന്ന മണ്ഡലമാണ്. അപൂർവമായി മുൻപ് PJ ജോസഫ് LDFിലായിരുന്ന സമയത്ത് ഫ്രാൻസിസ് ജോർജ് ജയിച്ചതും, പിന്നെ കഴിഞ്ഞ 2014 വളരെ സവിശേഷമായ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പിന്തുണയോടുകൂടിയുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ LDF ജയിച്ചതും ഒഴിച്ചാൽ പൊതുവെ UDF മണ്ഡലമാണ് ഇടുക്കി. അതിൽ എന്തെങ്കിലും മാറ്റം വരാനുള്ള സാധ്യത കാണുന്നുണ്ടോ? വലിയ മാറ്റമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. എന്നാലും ജോയ്സ് ജോർജ് ഏതെങ്കിലും തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കിയോ, ഡീന് ഇനിയും മുന്നേറാൻ കഴിഞ്ഞോ എന്നുള്ളതാണ് അറിയാനുള്ളത്. നമുക്ക് പെട്ടെന്ന് പോയി നോക്കി വരാം. തീർച്ചയായും ഇടുക്കി എന്ത് ചിന്തിക്കുന്നു? ഇടുക്കിയുടെ റിസൾട്ട് നമുക്ക് സ്ക്രീനിലേക്ക് വരികയാണ്. ഇടുക്കിയിൽ ജോയ്സ് ജോർജ് ഇപ്പോഴും പിറകിലാണ്. അവിടെ ഡീൻ കുര്യാക്കോസ് 8% ഡിഫറൻസ് നിലനിർത്തുന്നു. 44, 36, 14 എന്നുള്ളതാണ് നമ്മൾ കണ്ട ഈ കണക്ക്. അതായത് 44% വോട്ട് ഡീൻ കുര്യാക്കോസ് ഇടുക്കിയിൽ നേടും. രാമക്കൽ മേട്ടിൽ വീശുന്ന കാറ്റിൽ ആ കാറ്റ് ഡീന് തന്നെ അനുകൂലമാണ്. പക്ഷേ അതായത് നമ്മൾ ആദ്യഘട്ട സർവേയിൽ പറഞ്ഞ അത്രയും വോട്ട് വിഹിതം ഡീൻ കുര്യാക്കോസ് നേടില്ല എന്നാണ് രണ്ടാം ഘട്ട സർവേ പറയുന്നത്. അതുപോലെ തന്നെ ഡിഫറൻസ് കുറഞ്ഞിരിക്കുന്നു. നേരത്തെ 10% ഡിഫറൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ജോയ്സും ഡീനും തമ്മിലുള്ള ഡിഫറൻസ് 8%. 8% കുറയുന്നു. അത് സ്വാഭാവികമാണ്. കഴിഞ്ഞ തവണത്തെ വിജയം അവിടെ UDFന് ഉണ്ടാകും എന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വിജയം ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. കൂടുതൽ സീറ്റ് കോൺഗ്രസിന് നേടിയെടുക്കുക എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു വിജയം അവിടെ ഡീനിന് ഉണ്ടാകും എന്നുള്ളതാണ് കരുതുന്നത്. അവിടെ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. ഇപ്പോൾ ഈ കേരള സ്റ്റോറിയുടെ വിവാദം ഉണ്ടായപ്പോൾ ഈ 2 സ്ഥാനാർത്ഥികളെയും നമ്മുടെ റിപ്പോർട്ടർ ജെയിൻ അവിടെ സമീപിച്ചു. അപ്പോൾ ജോയ്സ് ജോർജ് ഞാൻ അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഡീനാണെങ്കിൽ ഞാൻ തിരക്കാണ്, എനിക്കൊന്നും പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞു. എത്ര വളരെ വിദഗ്ധമായാണ് ഇടുക്കിയിലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ അവർ നിലപാടെടുത്തത് എന്നുള്ളത് വളരെ വ്യക്തമായി. ഈ സർവേയിൽ നിന്ന് കാണുന്ന ഒരു കാര്യം, സംഗീത വിശ്വനാഥൻ വന്നതോടുകൂടി NDAയുടെ വോട്ട് ഷെയർ കൂടുന്നുണ്ട്. SNDP യോഗത്തിന് വലിയ സ്വാധീനമുള്ള ഒരു മേഖലയാണ് ഇടുക്കി മണ്ഡലം. അപ്പോൾ അവിടെ BDJSന്റെ ഒരു കാൻഡിഡേറ്റ് വരുന്നതോടുകൂടി അവർ പിടിക്കുന്ന വോട്ടുകൾ സാധാരണയിൽ നിന്ന് കൂടുന്നു എന്നൊരു സൂചന സംഗീത വിശ്വനാഥന്റെ ഈ വോട്ട് വിഹിതത്തിലെ വർധനയിൽ നിന്ന് ഒരു സൂചന നൽകുന്നുണ്ട്. ഒരുപക്ഷെ ഡീനിന്റെ വോട്ട് വിഹിതം കുറയുന്നത് സംഗീത പിടിക്കുന്ന അധിക വോട്ടുകൾ വഴിയാകാമെന്ന് തോന്നുന്നു. ഇപ്പോൾ പ്രത്യക്ഷത്തിൽ അങ്ങനെയാണ് കാണുന്നത്. കാരണം നമ്മുടെ ആദ്യഘട്ടത്തേക്കാൾ ഡീനിന് 4% കുറവുണ്ട്.
ജോയ്സ് ജോർജിന് 2% കുറവുണ്ട്. BJP കാൻഡിഡേറ്റ് BDJSന്റെ സ്ഥാനാർത്ഥിക്ക് 1% വർധനയാണ്. അത് 2019 തെരഞ്ഞെടുപ്പുമായിട്ട് നോക്കുമ്പോൾ അന്ന് 9% നേടിയിരുന്ന BJP സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മുന്നണി NDA സ്ഥാനാർത്ഥി ഇത്തവണ 14% നേടുന്നു എന്നുള്ളതാണ്. തീർച്ചയായും അങ്ങനെ വോട്ടുകൾ അധികമായി NDA സമാഹരിക്കുന്ന ഒരു പാറ്റേൺ കാണുന്നുണ്ട് ഇടുക്കിയിൽ. പക്ഷെ അത് റിസൾട്ടിനെ ബാധിക്കില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാവുന്ന എല്ലാ സൂചനയും. കാരണം 8% ലീഡ് എന്ന് പറയുന്നത് വലിയ ഒരു മാർജിനാണ്. ഇടുക്കി ജോയ്സ് ജോർജ് അവിടെ പരാജയപ്പെടുന്നതിന്റെ സൂചന, നമുക്ക് പരാജയപ്പെടുന്നു എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല, പിറകിലാണ് എന്നതിന്റെ സൂചന നമുക്ക് കൃത്യമായി നൽകാൻ കഴിയും. ഡീൻ കുര്യാക്കോസ് അവിടെ കംഫർട്ടബിൾ ആണ്. അവിടെ ഡീൻ കുര്യാക്കോസ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ പ്രവചന ഫലം. 3 മണ്ഡലങ്ങൾ നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞു, ഇടുക്കി അടക്കം. ഇനി മറ്റ് സംസ്ഥാനങ്ങൾ എങ്ങനെ വിധി എഴുതുന്നു എന്നതുകൂടി നോക്കാം. ഹിന്ദി ഹൃദയഭൂമിയിലെ മധ്യപ്രദേശ് കഴിഞ്ഞ തവണ 29-ൽ 28 സീറ്റും BJP ജയിച്ച മധ്യപ്രദേശ് ഇത്തവണ നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടു. വലിയ വമ്പിച്ച വിജയം BJP നേടിയിരിക്കുന്നു. മധ്യപ്രദേശിന് പുതിയൊരു മുഖ്യമന്ത്രി വന്നിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ നമ്മൾ കണ്ടതാണ്. അതായത് കോൺഗ്രസ് ജയിച്ചു നിൽക്കുന്ന ഇടത്ത് BJP 28 സീറ്റ് നേടിയത്. അപ്പോൾ സ്വാഭാവികമായും ആ പാറ്റേൺ ആണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിച്ച ചിന്ദ്വാരയിൽ നകുൽനാഥ് മത്സരിക്കുന്നു. നകുൽനാഥ് BJPയിൽ പോകാൻ നിന്നതാണ്. ആ നകുൽനാഥിനെ കോൺഗ്രസുകാർ അതേപടി വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഇത്തവണ പ്രധാനം. കമൽനാഥിന്റെ ഫാമിലി പോക്കറ്റ് ബെറോ അവിടെ ചിന്ദ്വാരയിൽ മാത്രമാണ് കോൺഗ്രസിന് കഴിഞ്ഞ തവണ ജയിക്കാൻ കഴിഞ്ഞത്. ഇത്തവണ എന്താവും, അതിനപ്പുറത്തേക്കൊക്കെ കോൺഗ്രസിന് വിജയിക്കാൻ കഴിയുമോ നമുക്കറിയില്ല. എന്തായാലും ദിഗ്വിജയ് സിംഗിനെ പോലെ കമൽനാഥിനെ പോലെ വലിയ വലിയ കോൺഗ്രസ് നേതാക്കൾ ഉള്ള സ്ഥലമാണ്. എന്ത് സംഭവിക്കും എന്നൊന്ന് നോക്കി വരാം. എന്താണ് മധ്യപ്രദേശ് പറയുന്നത്? മധ്യപ്രദേശിലെ ജനവിധി ഇതാ സ്ക്രീനിൽ. 26 മുതൽ 28 വരെ NDA. ഇന്ത്യ മുന്നണി 1 മുതൽ 2 വരെ. എല്ലാം പറഞ്ഞതുപോലെ മാറ്റമൊന്നുമില്ല. മധ്യപ്രദേശിൽ BJP വീണ്ടും കഴിഞ്ഞ തവണത്തേതുപോലെയുള്ള ഒരു സ്വീപ്പിന് മധ്യപ്രദേശ് BJP തൂത്തുവാരാൻ ഒരുങ്ങുന്നു എന്നാണ് പി മാർക്ക് മാതൃഭൂമി ന്യൂസ് അഭിപ്രായ സർവേ പറയുന്നത്. ഇനി ഈ രാത്രിയിൽ നമ്മൾ 4 മണ്ഡലങ്ങൾ കൂടി, കേരളത്തിലെ 4 മണ്ഡലങ്ങൾ കൂടി ഫലപ്രവചനം നടത്താനുണ്ട്. അത് പത്തനംതിട്ടയുണ്ട്, ആലപ്പുഴയുണ്ട്, കൊല്ലമുണ്ട്, പിന്നെ വടകര. തീപ്പൊരി പോരാട്ടം നടക്കുന്ന വടകരയുണ്ട്. എല്ലാം ഒരു ചെറിയ ഇടവേള കഴിഞ്ഞു. വെൽക്കം ബാക്ക്. മാതൃഭൂമി ന്യൂസ് പി മാർക്ക് അഭിപ്രായ സർവേ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇനി 4 ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. അതിലാദ്യം ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ത്രികോണ മത്സരം നടക്കുന്ന പത്തനംതിട്ട വലിയ രീതിയിൽ ജനശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. കേരളത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും BJP കഴിഞ്ഞ തവണ K സുരേന്ദ്രനിലൂടെ വോട്ട് ശതമാനവും വോട്ടെണ്ണവും വലിയ രീതിയിൽ വർദ്ധിപ്പിച്ച പത്തനംതിട്ടയിൽ അനിൽ ആന്റണി ഇത്തവണ എന്തു ചെയ്യും? വിജയിയെ തീരുമാനിക്കുന്നതിൽ ഒരു നിർണായക ഘടകമാകുമോ അതോ അനിൽ ആന്റണി തന്നെ ജയിക്കുമോ എന്ന് സ്വാഭാവികമായിട്ട് ആളുകൾ ചിന്തിക്കും. കഴിഞ്ഞ തവണ 29% വോട്ട് BJPക്ക് ലഭിച്ച മണ്ഡലമാണ്. കൃത്യമായി പറഞ്ഞാൽ 2,97,396 വോട്ട് K സുരേന്ദ്രൻ പോൾ ചെയ്ത മണ്ഡലമാണ്. അവിടെ അനിൽ ആന്റണി ഉണ്ട്. കഴിഞ്ഞ തവണത്തെ നമ്മുടെ സർവേ അനുസരിച്ച് ആന്റോ ആന്റണിക്ക് 2 പോയിന്റിന്റെ ലീഡ് മാത്രമാണ് ഉണ്ടായിരുന്നത്. തോമസ് ഐസക്കും അനിൽ ആന്റണിയും ടൈഡായിരുന്നു. പക്ഷേ എന്തായാലും ഇപ്പോഴത്തെ അവിടെ സ്ഥിതി എന്ന് പറയുന്നത് നമുക്ക് ഫലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ പറയാം. അവിടെ തോമസ് ഐസക്കും ആന്റോ ആന്റണിയും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമാണ്. ഇപ്പോൾ അനിൽ ആന്റണിയെ സ്വന്തം പിതാവായ AK ആന്റണി തന്നെ തള്ളിപ്പറഞ്ഞു. അവിടെ അദ്ദേഹം തോൽക്കണം, അനിൽ ആന്റണി തോൽക്കണം എന്ന് AK ആന്റണി പറഞ്ഞു. അവിടെ പോകുമോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ അത്തരത്തിലൊരു നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിനെതിരെ രൂക്ഷമായി ഉള്ള പ്രതികരണം തന്നെ അനിൽ ആന്റണിയുടെ ഭാഗത്തുനിന്ന് വന്നു. എല്ലാമാണെങ്കിലും ഇപ്പോൾ മത്സരം പ്രധാനപ്പെട്ട മുന്നണി സ്ഥാനാർത്ഥികളായ CPM സ്ഥാനാർത്ഥി തോമസ് ഐസക്കും അതുപോലെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയും തമ്മിലാണ് വളരെ ശക്തമായ രാഷ്ട്രീയ മത്സരം നടക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നിലയനുസരിച്ചാണെങ്കിൽ LDFന് മേൽക്കൈ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം പത്തനംതിട്ട ഈ രൂപത്തിൽ ഉണ്ടായതിനു ശേഷം ഉള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും UDF ആണ് ജയിച്ചിട്ടുള്ളത്. ആന്റോ ആന്റണിയാണ്. ആന്റോ ആന്റണിക്ക് ആ ആന്റി ഇൻകംബൻസി കൂടി നേരിടേണ്ടി വരുന്നുണ്ട്. ആന്റി ഇൻകംബൻസിയുടെ കാര്യം പറയുമ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ എങ്ങനെയാണ് കാസർഗോട്ട് കളം പിടിച്ചത്, അതുപോലെ തന്നെ VK ശ്രീകണ്ഠന് ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ എങ്ങനെ കഴിയുന്നു തുടങ്ങിയ കാര്യം നമ്മൾ പരിശോധിച്ചേ പറ്റുള്ളൂ. അതുപോലെ തന്നെ രമ്യ ഹരിദാസ് എങ്ങനെയാണ് ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നതും അവിടെ ഇപ്പോൾ നമ്മുടെ പ്രവചനം അനുസരിച്ചാണെങ്കിൽ മുന്നിലെത്താൻ കഴിയുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ, അതേ അളവുകോൽ വെച്ച് നോക്കുമ്പോൾ ആന്റോ ആന്റണി വലിയ രീതിയിലുള്ള എതിർപ്പ് ആ മണ്ഡലത്തിൽ ഉള്ളവരിൽ നിന്ന് കോൺഗ്രസ്സുകാരിൽ നിന്ന് നേരിടുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് മുതലെടുക്കാൻ ബാക്കിയുള്ളവർക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. അല്ല, അതിന് കാരണം എന്ന് വെച്ചാൽ 3 ടേമായി 15 വർഷമായിട്ട് ആന്റോ ആന്റണി MP ആണ്. രാജ്മോഹൻ ഉണ്ണിത്താന്റെയും രമ്യയുടെയും
ശ്രീകണ്ഠന്റെ ഒക്കെ കേസിൽ അവര് 5 വർഷമേ MP ആയിട്ട് ഇരുന്നിട്ടുള്ളൂ. പക്ഷേ അഭിലാഷ്, ഇതിനകത്ത് ടേം വെച്ച് നോക്കുകയാണെങ്കിൽ 10ാമത്തെ തെരഞ്ഞെടുപ്പിലാണ് കൊടിക്കുന്നിൽ സുരേഷ് മത്സരിക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് 2 പ്രാവശ്യം തോറ്റിട്ടുണ്ട്. പക്ഷേ കൊടിക്കുന്നിൽ സുരേഷ് ഏത് മണ്ഡലത്തിൽ മത്സരിച്ചു, അടൂരാണെങ്കിലും അതിനുശേഷം മാവേലിക്കരയാണെങ്കിലും ജനങ്ങളുമായിട്ട് ബന്ധം വെക്കാനും അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ ഇടപെടാനും എപ്പോഴും എവിടെയും ചെല്ലുന്ന ഒരു MP ആ രീതിയിലേക്ക് മാറുന്നില്ല എന്നുള്ളതാണ് ആന്റോ ആന്റണിയുടെ മണ്ഡലത്തിൽ നിന്നുള്ള പ്രതികരണം. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിയും തോമസ് ഐസക്കും അനിൽ ആന്റണിയും ത്രികോണ മത്സരം നടത്തുമ്പോൾ ആർക്കായിരിക്കും അവിടെ മേൽക്കൈ? നമുക്ക് ആ റിസൾട്ടിലേക്ക് ഒന്ന് പോയാലോ? വരട്ടെ. ആന്റോ ആന്റണി, തോമസ് ഐസക്, അനിൽ ആന്റണി, ഇവരിൽ ആർക്കാണ് മേൽക്കൈ? നോക്കുമ്പോൾ ഇതാ ആന്റോ ആന്റണിക്ക് 37% ലീഡ് കൂട്ടുന്നു. കഴിഞ്ഞ തവണ ഒരു 2 പോയിന്റ് മാർജിനാണ് ഉണ്ടായിരുന്നതെങ്കിൽ അത് 4 ആക്കി വർദ്ധിപ്പിക്കുന്നു. അതായത് ആന്റോ ആന്റണി പത്തനംതിട്ടയിൽ കംഫർട്ടബിൾ ആണ്. തോമസ് ഐസക് 33% വോട്ടുമായി 2ാം സ്ഥാനത്ത് വരുന്നു. അതേസമയം അനിൽ ആന്റണിയുടെ വോട്ട് കുത്തനെ താഴേക്ക് പോകുന്നു. ഒരു 5% ഇടിവ് കഴിഞ്ഞ തവണത്തെ പ്രൊജക്ഷനിൽ നിന്ന് അനിൽ ആന്റണിക്ക് സംഭവിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും അനിൽ ആന്റണിയുടെ വോട്ട് വിഹിതം കുറയാനാണ് സാധ്യത എന്ന് ഈ സർവേ പറയുന്നത്? അനിൽ ആന്റണി BJPയുടെ ദേശീയ സെക്രട്ടറിമാരിൽ ഒരാളാണ്. അതുപോലെ തന്നെ നരേന്ദ്രമോദിയുമായി ഏറ്റവും അടുത്ത് ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ട ഒരു നേതാവാണ്. അങ്ങനെയുള്ള അനിൽ ആന്റണി അവിടെ അപ്രതീക്ഷിതമായി സ്ഥാനാർത്ഥിയാകുന്നു. അവിടെ PC ജോർജ് സ്ഥാനാർത്ഥിയാകുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ അനിൽ ആന്റണി വന്നു കഴിഞ്ഞപ്പോൾ ചെറിയ എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം മാറ്റിവെച്ചിട്ട് ഒരു വലിയ ഓളം ഉണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷേ അതിനിടയ്ക്ക് മറ്റു പല സംഭവങ്ങളും ദിവസങ്ങൾ കഴിയുന്തോറും അനിൽ ആന്റണിയാണോ BJPയുടെ സ്ഥാനാർത്ഥിയായി വേണ്ടതെന്നുള്ളത് ആ മണ്ഡലത്തിലുള്ളവർ തന്നെ ചിന്തിച്ചിട്ടുണ്ടാകാം. അതുപോലെ തന്നെ ഇതിപ്പോൾ ഈ നമ്മുടെ സർവേക്കകത്ത് ഇത് വരുന്നില്ല എങ്കിൽ പോലും ദല്ലാൽ നന്ദകുമാർ ഉയർത്തിവിട്ട വിവാദം, അതുപോലെ തന്നെ AK ആന്റണി തന്നെ തള്ളിപ്പറഞ്ഞത്, ഇതൊക്കെ BJPയുടെ വോട്ട് കുത്തനെ ഇടിച്ചു കളയാൻ ഏപ്രിൽ 12 വരെ സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. അപ്പോ ഈ ദല്ലാൽ നന്ദകുമാറിന്റെ പ്രശ്നമടക്കം ഇതിനകത്ത് വന്നിട്ടുണ്ടാകാം. എന്തായാലും എനിക്ക് തോന്നുന്നു വളരെ ശ്രദ്ധേയമായ, പത്തനംതിട്ടയിൽ കാണുന്ന വളരെ ശ്രദ്ധേയമായ ഒരു പാറ്റേൺ. അനിൽ ആന്റണിയുടെ വോട്ടിൽ ഒരു ഡിക്ലൈൻ ഉണ്ടാകുന്നു. കഴിഞ്ഞ തവണ 29% പത്തനംതിട്ട എന്ന് പറയുന്നത് ഈസി അല്ല. അതേസമയം ആന്റോയ്ക്ക് എഡ്ജ് ഉണ്ട്. ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് അവസാന ഘട്ടത്തിൽ പോകാൻ കഴിയുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി പത്തനംതിട്ടയ്ക്കാണ്. കഴിഞ്ഞ തവണ LDFും BJPയും തമ്മിൽ വോട്ട് ശതമാനത്തിന്റെ കാര്യത്തിൽ നമ്മുടെ 1ാം ഘട്ട സർവേ ഫലത്തിൽ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ അത് കംഫർട്ടബിൾ ആയിട്ടുള്ള വ്യത്യാസമാണ്. ഇതാണ് പത്തനംതിട്ടയുടെ ചിത്രം. ഇനി ദേശീയ രാഷ്ട്രീയത്തെ ഇക്കാലയളവിൽ സ്വാധീനിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഈ സർവേയിൽ ഉയർത്തിയിട്ടുണ്ട്. അതിന്റെ ഉത്തരത്തിലേക്ക്. ഡൽഹി മദ്യനയ അഴിമതി ആരോപണ കേസിൽ ED ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. രാജ്യത്ത് ഒരു മുഖ്യമന്ത്രി ഇപ്പോൾ ജയിലിലാണ്. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത ED നടപടി രാഷ്ട്രീയ പ്രേരിതമാണോ? അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അതാണ് ഈ സർവേയിൽ ജനങ്ങളോട് ചോദിച്ച ചോദ്യം. അതിന്റെ റിസൾട്ട് നമുക്കൊന്ന് നോക്കാം. ഇല്ല. 41% പേരും ഇല്ല എന്ന അഭിപ്രായം രേഖപ്പെടുത്തുന്നവരാണ്. ഉണ്ട്. അനുകൂലിക്കുന്നവർ 24% പേരേ ഉള്ളൂ. അത് വളരെ കൃത്യമായ ഒരു സൂചനയാണ്. ഇത്തരത്തിലുള്ള നടപടികൾ ജനാധിപത്യ വിരുദ്ധമാണ്. ഒരു മുഖ്യമന്ത്രിയെ ഇതുപോലെ ഒരു കേസിൽ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ 2 മുഖ്യമന്ത്രിമാരാണ്, മുൻ മുഖ്യമന്ത്രിമാരും ഒരു മുൻ മുഖ്യമന്ത്രി എന്ന് പറയാം ഹേമന്ത് സോറൻ. കൃത്യമായ നിലയിൽ ജനങ്ങൾ ഇത് വിലയിരുത്തുന്നു എന്നല്ലേ ഇത് നൽകുന്ന സൂചന? ദേശീയ തലത്തിൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് എന്ന ചോദ്യത്തിൽ നിന്ന് നമുക്ക് പോകാം. കോൺഗ്രസിന്റെ ദേശീയ നേതാവ് KC വേണുഗോപാൽ മത്സരിക്കുന്ന ആലപ്പുഴയിൽ. CPMന്റെ ഒരേ ഒരു കനൽത്തരി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ച മണ്ഡലത്തിലാണ് പക്ഷേ KC മത്സരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ് PMark അഭിപ്രായ സർവേയിൽ ഈ തവണ LDF നിലനിർത്തും ആലപ്പുഴ എന്നുള്ളതാണോ? അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ആ കനൽത്തരി അവിടെ നിൽക്കുക തന്നെ. അത് കെടുത്താൻ വേണ്ടിയിട്ടാണ് KC വേണുഗോപാൽ വരുന്നത്. KC വേണുഗോപാലിന് ഇനിയും രാജ്യസഭയിൽ ടേം ബാക്കിയാണ്. അങ്ങനെ അവിടുത്തെ ടേം ബാക്കിയാക്കി വെച്ചിട്ട് ഇവിടെ വന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ചു പോകുന്നതിനെതിരെ വലിയ രീതിയിലുള്ള പ്രചരണം നടക്കുന്നുണ്ട്. അതൊക്കെ ഈ മണ്ഡലത്തിൽ എങ്ങനെ പ്രതിഫലിക്കും? എന്നാൽ അതിനപ്പുറം KC വേണുഗോപാലിന്റെ തട്ടകം, അതായത് രാഷ്ട്രീയമായിട്ട് അദ്ദേഹം നിയമസഭയിലേക്ക് ജയിച്ച, ലോക്സഭയിലേക്ക് ജയിച്ച ആലപ്പുഴ എന്ന് പറയുന്ന കേന്ദ്രം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് KC വേണുഗോപാൽ. ആ കോൺഫിഡൻസ് നമ്മൾ കാണേണ്ടതാണ്. കാരണം LDFന്റെ സിറ്റിംഗ് സീറ്റിലാണ് കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി വന്ന് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ UDF തരംഗമുണ്ടായി. 19 സീറ്റും ഒരു പക്ഷത്തേക്ക് പോയപ്പോഴും LDFനൊപ്പം നിന്ന, എന്ന് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ചരിത്രപരമായ പ്രാധാന്യമുള്ള ആലപ്പുഴയിൽ ഞാൻ ജയിക്കുമെന്ന കോൺഫിഡൻസ് അക്കാര്യത്തിൽ KCക്ക് ഉള്ളതുകൊണ്ടാണല്ലോ അദ്ദേഹം വന്ന് മത്സരിച്ചത്. KCക്ക് ആ കോൺഫിഡൻസ് ഉണ്ട്. അത് മാത്രമല്ല, ഇതിനിടയ്ക്ക് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുമ്പോഴത്തേക്ക് KC വേണുഗോപാലിന് അങ്ങോട്ട് പോകണം. ഇപ്പം ഏത് സ്ഥാനാർത്ഥിക്ക് പറ്റും ഒരു മണ്ഡലത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഇതിനിടയ്ക്ക് അത്തരത്തിലുള്ള പരിപാടികൾ, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പലതരത്തിലുള്ള മീറ്റിംഗ് കാര്യങ്ങൾ, കത്തയക്കൽ, അത് എല്ലാം ഉണ്ടാകും. ഇതിൻ്റെ ഇടയ്ക്കാണ് അദ്ദേഹം അവിടെ മത്സരിക്കുന്നത്.
പലതരത്തിലുള്ള വെല്ലുവിളികൾ അദ്ദേഹം നേരിടുന്നുണ്ട്. തീർച്ചയായും ശോഭാ സുരേന്ദ്രൻ എന്ന ഫയർ ബ്രാൻഡ് ലീഡറെയാണ് ഇത്തവണ BJP മത്സരിപ്പിക്കുന്നത്. നോക്കണം, മത്സരിച്ച ഇടത്തെല്ലാം വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച ചരിത്രമാണ് ശോഭാ സുരേന്ദ്രന്റേത്. ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങലിൽ കഴിഞ്ഞ തവണ മിന്നും പ്രകടനം കാഴ്ചവെച്ചതാണ്. അവർ പാലക്കാട് മത്സരിക്കുമ്പോഴും വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച ആളാണ്. ആ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ 1,87,000 വോട്ട് NDA നേടിയ ആലപ്പുഴയിൽ വന്ന് മത്സരിക്കുകയാണ്. LDFന്റെ സിറ്റിംഗ് സീറ്റും. അപ്പോൾ ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി ഉണ്ടാവുന്നുണ്ട്. തീർച്ചയായും ഉണ്ട്. മാത്രമല്ല, ഇടയ്ക്ക് മറ്റൊരു വാർത്ത വന്നിരുന്നു. ശോഭാ സുരേന്ദ്രൻ അവിടെ വന്ന് മത്സരിക്കുന്നതോടുകൂടി, മത്സരിച്ച് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയതോടുകൂടി BJP അതൊരു A ക്ലാസ് മണ്ഡലമാക്കി. സംസ്ഥാന നേതൃത്വം അത് തള്ളിക്കളഞ്ഞു. ഞങ്ങൾക്ക് അങ്ങനെ ക്ലാസ് വ്യത്യാസമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവർ അവിടെ മത്സരരംഗത്ത് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി. ആലപ്പുഴ ആർക്കൊപ്പം? എന്താണ് P മാർക്ക് മാതൃഭൂമി ന്യൂസ് അഭിപ്രായ സർവേ പറയുന്നത്? ദാ വന്നു വള്ളം. ആലപ്പുഴയിൽ KC വേണുഗോപാൽ തന്നെ. KC വേണുഗോപാൽ 44, 38 സിറ്റിംഗ് MP AM ആരിഫിന്. ശോഭാ സുരേന്ദ്രൻ 16. എന്താണ് സംഭവിക്കുന്നത് ആലപ്പുഴയിൽ? KC വേണുഗോപാൽ 3% വർദ്ധിപ്പിക്കുന്നു. അവിടെ CPM സ്ഥാനാർത്ഥി അതേപടി തന്നെ. കഴിഞ്ഞ തവണ 38, ഇത്തവണയും 38. ശോഭാ സുരേന്ദ്രനും 3% വോട്ട് നഷ്ടമാണ് നമ്മുടെ രണ്ടാം ഘട്ട സർവേ ഫലത്തിലുള്ളത്. അതായത് ആദ്യഘട്ട സർവേയിൽ 41% വോട്ടുകളാണ് KC വേണുഗോപാൽ നേടും എന്ന് പ്രവചിച്ചിരുന്നത് എങ്കിൽ രണ്ടാം ഘട്ട സർവേയിൽ അത് 44 ആകുന്നു. 3 പോയിന്റിന്റെ വർധനവ്. AM ആരിഫിന്റെ വോട്ട് ഷെയറിൽ സമാനമായ വർധനവില്ല. അതേസമയം 19 നിന്ന് ശോഭാ സുരേന്ദ്രൻ 16 താഴുന്നു. കഴിഞ്ഞ തവണ 17.24% വോട്ട് KS രാധാകൃഷ്ണൻ മത്സരിച്ചപ്പോൾ നേടിയ ഇടത്ത് അത്രയും വോട്ട് ശോഭാ സുരേന്ദ്രൻ നേടുന്നില്ലെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? എന്തുകൊണ്ട് KC വേണുഗോപാൽ ഇപ്പൊ നോക്കൂ 6 പോയിന്റിന്റെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ലീഡ്? ആരിഫിന്റെ വോട്ട് വിഹിതം കുറയുന്നില്ല. നമ്മൾ ആദ്യത്തെ സർവേയിൽ പ്രൊജക്ട് ചെയ്ത അതേ വോട്ട് വിഹിതത്തിൽ ആരിഫ് നിൽക്കുകയാണ്. പക്ഷെ KC വോട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്. KCയുടെ വോട്ട് വർധനവ് BJPയുടെ കോസ്റ്റിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ അഭിലാഷ് പറഞ്ഞ ഒരു കാര്യം അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ടാകാം. മൊത്തത്തിൽ BJPക്ക് വോട്ട് കുറയുന്നതായിട്ട്, ശോഭാ സുരേന്ദ്രൻ വന്നിട്ടും കുറയുന്നതായിട്ടാണ് കാണുന്നതെങ്കിൽ ഇവിടെ കുറച്ച് KC വേണുഗോപാലിലേക്ക് വോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെത് ശോഭാ സുരേന്ദ്രനിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുമ്പോൾ മറുവിഭാഗത്തിന്റെ കേന്ദ്രീകരണം KC വേണുഗോപാലിന് അനുകൂലമായിട്ടുണ്ട്. അതിന് പറ്റുന്ന ഒരു സാഹചര്യം, സാമുദായിക സാഹചര്യം അവിടെ. ആലപ്പുഴയിൽ കംഫർട്ടബിൾ ആയി KC വേണുഗോപാൽ 6% മുൻതൂക്കത്തോടെ ആലപ്പുഴയിൽ KC വേണുഗോപാൽ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സർവേയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ. ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ആലപ്പുഴയിലെ മത്സരത്തിൽ നിന്ന് മറ്റൊരു ദേശീയ വിഷയത്തിലേക്ക്. ചോദ്യം: ഇലക്ട്രൽ ബോണ്ടിൽ അഴിമതി ഉണ്ടോ? ഉണ്ട്. ഇലക്ട്രൽ ബോണ്ട് അഴിമതിയാണെന്ന് 51% ആളുകളും പറയുന്നു. ഇല്ല എന്ന് 26% പേർക്ക് മാത്രമാണ് അഭിപ്രായം ഇല്ല എന്ന് 23% പേർ. അതായത് ഇലക്ട്രൽ ബോണ്ട് അഴിമതിയുടെ സ്ഥാപനവൽക്കരണമാണ് എന്ന് ബഹുഭൂരിപക്ഷം ആളുകളും 51% ആളുകളും വിശ്വസിക്കുന്നു. അതൊരു വലിയ ഒരു സൂചനയാണ് ദേശീയ തലത്തിൽ. ഇവിടെ നേരത്തെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ്, അതുപോലെ തന്നെ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യം, ഇതൊക്കെ ദേശീയ തലത്തിൽ BJPക്ക് എതിരായിട്ട് ജനങ്ങൾ ചിന്തിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്. തീർച്ചയായും ഞങ്ങൾ അഴിമതി ചെയ്യില്ല, തിന്നുകയുമില്ല, തീറ്റിക്കുകയുമില്ല എന്ന് ഒരിക്കൽ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് ഓർമ്മയുണ്ടല്ലോ. അങ്ങനെ അഴിമതിക്കാരല്ല ഞങ്ങൾ എന്ന പ്രതിച്ഛായ BJP വളരെ കാര്യമായി വളർത്തിക്കൊണ്ടുവരുന്നതിനിടെയാണ് ഇലക്ട്രൽ ബോണ്ട് വിവാദമുണ്ടായത്. ഇതൊരു സ്ഥാപനവൽക്കരിക്കപ്പെട്ട, നിയമവൽക്കരിക്കപ്പെട്ട അഴിമതിയാണ് എന്ന് ജനങ്ങൾ ചിന്തിക്കുന്നു. ഇനി മറ്റു 2 സംസ്ഥാനങ്ങളിലേക്ക് കൂടി പോകാം. ആദ്യം കേരളത്തിന് അറിയാൻ കൂടുതൽ താല്പര്യമുള്ള ബംഗാൾ, അതിനുശേഷം മഹാരാഷ്ട്ര. ആദ്യം ബംഗാളിൽ എന്ത് സംഭവിക്കുന്നു? ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് ഏറ്റവും അധികം പ്രതീക്ഷയുള്ള 2 സംസ്ഥാനങ്ങളാണ് ഇവ. കാരണം തൃണമൂൽ കോൺഗ്രസ് ഇപ്പോഴും ഇന്ത്യ മുന്നണിയിലാണ്. അവർ ഇന്ത്യ മുന്നണി എന്നുള്ള നിലയിൽ മത്സരിക്കുന്നില്ല എങ്കിൽ പോലും ഇന്ത്യ മുന്നണിയിലാണ്. അതേസമയം മഹാവികാസ് അഗാഡി മഹാരാഷ്ട്രയെ സംബന്ധിച്ച് നിലവിൽ BJP സഖ്യത്തെ തോൽപ്പിക്കാൻ തന്നെ പര്യാപ്തമായ വിധത്തിൽ ശക്തമാണ്. അങ്ങനെ ഇന്ത്യ മുന്നണിക്ക് ശക്തിയുള്ള 2 സംസ്ഥാനങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ അഭിലാഷ് പറഞ്ഞതുപോലെ TMC, തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയിൽ ആ രീതിയിൽ ഇല്ല. പക്ഷേ ഏറ്റവും ശക്തമായ നിലയിൽ ഇന്ത്യ മുന്നണി ശക്തമായി നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് മഹാരാഷ്ട്ര, മറ്റൊന്ന് ബീഹാറുമാണ്. നമുക്ക് പെട്ടെന്ന് സീറ്റ് ടാലിയിലേക്ക് ഒന്ന് പോകാം. ബംഗാളിൽ എന്താണ് സംഭവിക്കുന്നത്? പശ്ചിമ ബംഗാളിൽ നിന്നുള്ള വാർത്തകൾ എന്താണ്? പശ്ചിമ ബംഗാളിൽ 17 മുതൽ 24 വരെ സീറ്റുകൾ NDA നേടാം. ഇന്ത്യ മുന്നണി 17 മുതൽ 24 വരെ സീറ്റുകൾ ഒപ്പത്തിനൊപ്പം എന്ന് പറയാം. കഴിഞ്ഞ തവണ 18 സീറ്റ് BJP നേടിയ സംസ്ഥാനമാണ് ബംഗാൾ. ഇത്തവണ സന്ദേശ് ഖലിയുടെ പശ്ചാത്തലത്തിൽ, ഭരണവിരുദ്ധ വികാരത്തിന്റെ പശ്ചാത്തലത്തിൽ BJP ഒരു പക്ഷേ തൃണമൂൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ വോട്ട് നേടിയേക്കാം എന്നുള്ളതാണ് സ്ഥിതിവിശേഷം. CAA വിജ്ഞാപനം ഏറ്റവും അവസാനം കൊണ്ടിറക്കുന്നതിൽ BJPയെ പ്രേരിപ്പിച്ച ഒരു ഘടകം ബംഗാളിലെ ചില വോട്ടുകൾ കൂടിയാണ്. ബംഗാളിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ നേടുക എന്നുള്ളതായിരുന്നു BJPയുടെ ലക്ഷ്യം. അത് ലക്ഷ്യം കാണുമോ ഇല്ലേ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച്. ഈ പ്രവചനം അനുസരിച്ചാണെങ്കിൽ
NDAയും ഇന്ത്യ മുന്നണിയും ഒപ്പത്തിനൊപ്പം എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. തീർച്ചയായും എന്തായാലും ബംഗാളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. അവിടെ ഇന്ത്യ മുന്നണിയും NDA മുന്നണിയും ഒപ്പത്തിനൊപ്പം എന്നുള്ളതാണ് ഈ അഭിപ്രായ സർവേ നൽകുന്ന ഫലസൂചന. നമുക്ക് അങ്ങനെയാണെങ്കിൽ മഹാരാഷ്ട്രയിലേക്ക് കൂടി ഒന്ന് 48 സീറ്റുകളുള്ള മഹാരാഷ്ട്ര വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണെന്ന് മാത്രമല്ല അവിടെ ഇന്ത്യ മുന്നണിക്ക് ഹോപ്പുണ്ട്. BJP നേരത്തെ പരാജയം മണത്ത് അതിന് അനുഗുണമായ സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് മഹാരാഷ്ട്രയിൽ എന്താണ് സംഭവിക്കുന്നത്? മഹാരാഷ്ട്രയുടെ സീറ്റ് പ്രൊജക്ഷൻ എങ്ങനെയാണ്? ഇപ്പോൾ വരും സ്ക്രീനിൽ. മഹാരാഷ്ട്രയിൽ NDA 26 മുതൽ 36 വരെ, ഇന്ത്യ 13 മുതൽ 21 വരെ. അവിടെയും നല്ല മത്സരം നടക്കുന്നു. മറ്റ് പല സംസ്ഥാനങ്ങളിലും ഉള്ളതുപോലെ ഏകപക്ഷീയമായ NDA വിജയം അല്ല മഹാരാഷ്ട്രയിൽ. ഇന്ത്യ മുന്നണി 13 മുതൽ 21 സീറ്റുകൾ വരെ ജയിക്കാൻ സാധ്യത ഉണ്ട് എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിക്ക് ഒരു ശുഭപ്രതീക്ഷ നൽകുന്ന, കഴിഞ്ഞ തവണ ഇതിന്റെ അടുത്തൊന്നും എത്തിയ ഒരു സ്ഥലമല്ല. ശിവസേന, ഉദ്ധവ് താക്കറെ വിഭാഗം, അതുപോലെ തന്നെ NCP ശരത് പവാർ വിഭാഗം, അതുപോലെ കോൺഗ്രസും ഇവർ ചേർന്ന ഒരു സഖ്യം വലിയ രീതിയിൽ അവിടെ മുന്നേറ്റം ഉണ്ടാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ പ്രകാശ് അംബേദ്കറിന്റെ പാർട്ടി അതിൽ ചേരേണ്ടതായിരുന്നു. അദ്ദേഹം അതിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. അത് കുറച്ച് വോട്ടുകൾ സ്പ്ലിറ്റ് ആക്കുമെങ്കിലും ഇന്ത്യ മുന്നണിക്ക് വലിയ പ്രതീക്ഷ. കഴിഞ്ഞ തവണയും പ്രകാശ് അംബേദ്കറുടെ ബ്ലോക്ക് ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. വഞ്ചിത് ബഹുജൻ അഗാഡി കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ വലിയ തോതിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ. അപ്പോഴും നമ്മൾ കാണേണ്ടത് നമ്മൾ ഈ സംസാരിക്കുന്ന വേളയിൽ പോലും BJPയും അതുപോലെ തന്നെ ഷിൻഡെ സേനയും അടക്കമുള്ള പാർട്ടികളുമായിട്ടുള്ള സീറ്റ് ഷെയറിംഗ് പൂർണ്ണമായിട്ടില്ല. അവിടെ വലിയ തോതിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തർക്കമുണ്ട്. പല വിമതരുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പരസ്പരം അസ്വാരസ്യങ്ങൾ രണ്ട് മുന്നണിയിലുണ്ട്. അത് പക്ഷേ BJP മുന്നണിയിലാണ് കൂടുതൽ എന്നുള്ളൊരു സാഹചര്യം. അവസാനം കോൺഗ്രസ് 3 സീറ്റുകൾ ശിവസേനയ്ക്ക് വിട്ടു നൽകിയതിൽ കോൺഗ്രസിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ് മഹാരാഷ്ട്രത്തിന്റെ രാഷ്ട്രീയം. എന്തായാലും ഇന്ത്യ മുന്നണിക്ക് NDAയെ ഇഞ്ചോടിഞ്ച് പിടിക്കാൻ കഴിവും സ്വാധീനവുമുള്ള ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അവിടെ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ അന്തിമമായി അറിയാൻ കാത്തിരിക്കണം. എന്തായാലും ഇപ്പോഴത്തെ നിലയിൽ കുറച്ച് മുൻപിൽ NDA ആണ് മഹാരാഷ്ട്രയിൽ. അതാണ് മാതൃഭൂമി ന്യൂസ് PMark അഭിപ്രായ സർവേ പറയുന്നത്. ഇനി നമുക്ക് ഒരു ഇടവേളയിലേക്ക് പോകാം. ഇടവേളയ്ക്ക് ശേഷം കേരളം കാത്തിരിക്കുന്ന 2 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളുണ്ട്. ഇടവേളയാൽ അഭിലാഷ്, ഇതാണ് കൊല്ലം ചിന്നക്കടയിൽ ഞങ്ങളുടെ ക്ലോക്ക് ടവർ. കൊല്ലത്ത് ഈ തവണ ആരുടെ കട പൂട്ടും എന്നുള്ളതാണ് നമ്മൾ അറിയാനിരിക്കുന്നത്. 2014 NK പ്രേമേന്ദ്രൻ CPM ഞെട്ടിച്ചു, 2019 ഞെട്ടിച്ചു. ഇനി ഒരു ഞെട്ടലും കൂടി താങ്ങാനുള്ള ശേഷി കൊല്ലത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനുണ്ടോ? ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഈറ്റില്ലെന്നൊക്കെയല്ലേ പറയാറ്. NK പ്രേമേന്ദ്രനെതിരെ 2 താരങ്ങളാണ് മത്സരിക്കുന്നത്. ഒന്ന് മുകേഷും മറ്റൊന്ന് കൃഷ്ണകുമാർ. അപ്പൊ കൃഷ്ണകുമാർ തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി പിടിച്ച് കൊല്ലത്ത് പോയി അവിടെ എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ തവണ നമ്മൾ ഈ കാര്യം സംസാരിക്കുമ്പോഴും അവിടെ ആരാണ് BJPയുടെ സ്ഥാനാർത്ഥിയായി വരുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അവിടെ കൃഷ്ണകുമാർ എത്തിയതിനു ശേഷം കൊല്ലത്ത് എങ്ങനെ കലങ്ങി മറിഞ്ഞു എന്നുള്ളത് അടക്കം ഇന്നത്തെ ഫലത്തിലൂടെ പുറത്തു വരും. കഴിഞ്ഞ നമ്മുടെ സർവേയിൽ 13% വോട്ടിന്റെ ഡിഫറൻസ് ആണ് NK പ്രേമേന്ദ്രനും M മുകേഷും തമ്മിലുണ്ടായിരുന്നത്. അതായത് മുകേഷിനേക്കാൾ 13% മുകളിലായിരുന്നു പ്രേമേന്ദ്രൻ. നമ്മൾ സാധാരണ നിലയിൽ മറ്റ് കൊല്ലം പോലത്തെ ഒരു മണ്ഡലത്തിൽ, അതും LDFന്റെ സ്ഥാനാർത്ഥിക്കെതിരെ അത്രയും വലിയൊരു എഡ്ജ് UDFന് വരിക എന്ന് പറയുന്നത് സാധാരണ സംഭവിക്കാത്തതാണ്. കഴിഞ്ഞ തവണ സംഭവിച്ചു, കഴിഞ്ഞ 2019 സംഭവിച്ചു. കാരണം അവിടെ ഒരു വേവ് ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് പ്രേമചന്ദ്രൻ വീണ്ടും കൊല്ലം ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? പ്രേമചന്ദ്രനെ കുറിച്ച് നാട്ടിൽ നല്ല മതിപ്പാണ്. എന്നാൽ നാട്ടിൽ എല്ലാ കാര്യങ്ങൾക്കും ചെല്ലും. അങ്ങനെയുള്ളതിനുപരി ഒരു പാർലമെന്റേറിയൻ എന്നുള്ള രീതിയിലും കഴിവ് തെളിയിച്ചു എന്നുള്ളത് പ്രേമേന്ദ്രന് എപ്പോഴും ഒരു പ്ലസ് പോയിന്റ് ആണ്. പക്ഷേ അങ്ങനെയുള്ള പ്രേമേന്ദ്രനെ നേരിടാൻ CPM-ന് ഉള്ളിൽ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം KN ബാലഗോപാൽ മത്സരിച്ചു, അതിനു മുമ്പ് MA ബേബി മത്സരിച്ചു. ഇത്തവണ പുതിയ പരീക്ഷണമാണ് നടത്തിയത്. അങ്ങനെ ഒരു CPM-ന്റെ ഒരു യഥാർത്ഥത്തിൽ ഒരു CPM-ന്റെ പ്രവർത്തകൻ, അതല്ല എങ്കിൽ ഒരു അടിമുടി CPM-കാരൻ, അങ്ങനെയൊന്നുമല്ലാത്ത M മുകേഷിനെ, നടൻ, എല്ലാവർക്കും പരിചിതനായ M മുകേഷിനെ ഇറക്കിയത് ഒരു പൊതുസമൂഹത്തിൽ നിന്നുള്ള കൂടുതൽ വോട്ടുകൾ നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. അത് നടന്നോ എന്നുള്ളത് നമ്മൾ അന്തിമമായി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. സർവേ എന്താണ് പ്രൊജക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. പക്ഷേ ഇവിടെ NK പ്രേമചന്ദ്രനെ സംബന്ധിച്ച് അദ്ദേഹം മികച്ച പാർലമെന്റേറിയൻ എന്നൊക്കെ പറയുമ്പോഴും സമീപകാലത്ത് NK പ്രേമചന്ദ്രൻ BJPയിലേക്ക് പോകും എന്ന ക്യാമ്പയിൻ വളരെ ശക്തമായി ഇടതുമുന്നണി ഉന്നയിച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ അദ്ദേഹത്തിന്റെ ലഞ്ചിൽ പങ്കെടുക്കുന്നു, പ്രധാനമന്ത്രി പ്രേമേന്ദ്രനെ ക്ഷണിക്കുന്നു, ക്യാൻറ്റീനിൽ കൊണ്ടുപോയി ഊണ് വാങ്ങിച്ചു കൊടുക്കുന്നു. ഇതൊക്കെ വലിയ ചർച്ചയായിരുന്നു. പക്ഷെ ആ ചർച്ചയൊന്നും കൊല്ലത്തേശുന്നില്ല എന്നാണോ? അവിടെ ഇപ്പൊ മുസ്ലിം ന്യൂനപക്ഷത്തിന് നിർണായകമായ സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണ് കൊല്ലം പാർലമെന്റ് മണ്ഡലം. അവിടെ കൊല്ലം മണ്ഡലത്തിലാണെങ്കിലും തൊട്ടപ്പുറത്ത് ഇരവിപുരത്ത്, അതുപോലെ തന്നെ ചാത്തന്നൂർ അത്രയില്ല, ചടയമംഗലം, പുനലൂർ മണ്ഡലങ്ങളിലെല്ലാം മുസ്ലിം ന്യൂനപക്ഷത്തിന് നിർണായകമായ സ്വാധീനമുണ്ട്. അതിനകത്ത് തന്നെ അവിടെ പ്രേമചന്ദ്രന് വലിയ രീതിയിലുള്ള മതിപ്പുണ്ട്. പക്ഷേ ഈ പുതിയ പ്രചരണം അത് എങ്ങനെ പ്രേമചന്ദ്രന് എതിരാകുമോ അതോ കൂടുതൽ അനുകൂലമാകുമോ? ഏതായാലും കൂടുതൽ അനുകൂലമാകാൻ സാധ്യതയില്ല.
അവിടെയുള്ള വിശ്വാസം അതേപടി നിലനിർത്താൻ പ്രേമചന്ദ്രന് കഴിയുമോ? അപ്പം വെറുതെ ഒരാളെ പിടിച്ച് സംഖ്യയാക്കുന്നു എന്നൊരു സെന്റിമെന്റ്സ് വന്നാലും മതിയല്ലോ. അത് അങ്ങനെയാണെങ്കിൽ തിരിച്ചായിരിക്കും വരിക. അപ്പുറത്ത് ഭൂരിപക്ഷ സമുദായത്തിൽ നിന്ന് ഒരുപക്ഷെ പ്രേമചന്ദ്രന് കൂടുതൽ വോട്ട് വരാം. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്തത് BJPയുടെ സ്ഥാനാർത്ഥി ആരാകുന്നു എന്നുള്ളത്. തീർച്ചയായും G. കൃഷ്ണകുമാറിനെ സംബന്ധിച്ച്, പക്ഷേ അദ്ദേഹം തിരുവനന്തപുരംകാരനാണ്. കൊല്ലത്ത് ജില്ലാ കമ്മിറ്റി മറ്റു പല ആൾക്കാരെയാണ് വിചാരിച്ചിരുന്നത്. കൃഷ്ണകുമാറിനെ പാർട്ടി എത്രമാത്രം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു പ്രശ്നമാണോ? അവിടെ ഒരു പ്രശ്നമാണ്. പക്ഷേ അവിടെയും ഈ സാധാരണ കുടുംബത്തിലുള്ള ആളുകൾക്ക്, സ്ത്രീകൾക്ക്, സാധാരണ മനുഷ്യന്മാർക്കൊക്കെ കുറെ കൂടി ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന, മുഖപരിചയം കൊണ്ട് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന ഒരു നേതാവാണ്, ഒരു മുഖമാണ് കൃഷ്ണകുമാറിൻ്റെത്. ആ ഒരു അഡ്വാൻറ്റേജ് കൃഷ്ണകുമാറിന് ഉണ്ടാകുന്നുണ്ട്. ഈ പറഞ്ഞത് ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ അങ്ങോട്ട് BJP പ്രവർത്തകർ മൊത്തത്തിൽ ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴും ഉള്ള അവസ്ഥ. തീർച്ചയായും നമുക്ക് അങ്ങനെയാണെങ്കിൽ കൊല്ലത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കിയാലോ. കാരണം കഴിഞ്ഞ തവണ നമ്മുടെ പ്രൊജക്ഷൻ അനുസരിച്ച് 47 NK പ്രേമചന്ദ്രന്റെ വോട്ടിംഗ് ഷെയർ ആയിരുന്നുവെങ്കിൽ M. മുകേഷിന് 36 ഉണ്ടായിരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 13ന്റെ ഒരു ഹ്യൂജ് ഗ്യാപ്പ് അവിടെ ഉണ്ടായിരുന്നു. 14% BJPക്കും ഉണ്ട്. അതുപോലെ തന്നെ നിൽക്കുകയാണോ കൊല്ലത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാനുള്ള സമയമായിരിക്കുന്നു. കൊല്ലത്തെ റിസൾട്ട് അല്പസമയം 47 പ്രേമചന്ദ്രൻ തന്നെ 47% പ്രേമചന്ദ്രൻ ഒരു 3% കുറവ്. പ്രേമചന്ദ്രന് കഴിഞ്ഞ തവണത്തേക്കാൾ 3% കുറവുണ്ട്. മുകേഷ് അവിടെ തന്നെ 36 തന്നെ നിൽക്കും. ഇപ്പോഴും 11% അധികമാണ് പ്രേമചന്ദ്രൻ. എന്ന് പറഞ്ഞാൽ 11% എന്ന് പറഞ്ഞാൽ 1 ലക്ഷത്തിന് മുകളിൽ വോട്ട് വരും. അത്രയും വലിയ ഗ്യാപ്പ് ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സമയത്തും അവിടെ പ്രേമചന്ദ്രൻ കീപ്പ് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് കൃത്യമായ ഒരു സൂചനയാണ്. പ്രേമചന്ദ്രനും M. മുകേഷും തമ്മിൽ ഈ ഒരു മത്സരരംഗത്ത് അതികഠിനമായ പോരാട്ടം, അത് വാശിക്കുള്ള പോരാട്ടം നടക്കുന്നുണ്ട്. CPM അതിന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് മുഖ്യമന്ത്രി അവിടെ വന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് പ്രേമചന്ദ്രന് കൂടുതൽ ആനുകൂല്യം ഉണ്ടാക്കി കൊടുക്കരുത് എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ കൊല്ലത്തെ CPM-കാർ. അങ്ങനെയൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഏതായാലും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് കുറച്ചുകൂടി വരുന്ന ദിവസങ്ങളിൽ ഗ്യാപ്പ് കുറയാൻ സാധ്യത. മുകേഷിന്റെ പ്രചരണത്തിലൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ആളുകളെ കയ്യിലെടുക്കാൻ മുകേഷിനേക്കാൾ നല്ല ഒരാൾ എനിക്ക് തോന്നുന്നു കേരളത്തിലില്ല. എല്ലാവരെയും രസിപ്പിക്കുന്ന കഥകളൊക്കെ പറയുന്ന വളരെ സരസനായിട്ടുള്ള ആളാണ് മുകേഷ്. ആളുകളുമായിട്ട് ജെല്ലാവാനൊക്കെ പറ്റുന്ന ആളാണ്. ആ ക്യാമ്പയിന് നമ്മൾ കണ്ടു. പക്ഷേ പ്രേമചന്ദ്രന്റെ വോട്ട് വിഹിതത്തിൽ ചെറിയൊരു കുറവ് മാത്രം എന്ന് പറയുമ്പോൾ ഈ ക്യാമ്പയിനൊക്കെ ഇക്കണ്ട കാര്യങ്ങളൊക്കെ നടന്നിട്ടും വലിയ പുരോഗതി ഇല്ല എന്നാണോ അത് സൂചിപ്പിക്കുന്നത്? പുരോഗതി ഇല്ല എന്നുള്ളതാണ് ഈ നമ്പർ, ഈ ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. BJPയുടെ വോട്ട് ശതമാനം എന്തുകൊണ്ട് കൂടുന്നില്ല എന്നുള്ളത്. G. കൃഷ്ണകുമാർ പ്രത്യേകിച്ച് സീരിയലൊക്കെ കാണുന്ന വനിതകളെ സംബന്ധിച്ചൊക്കെ കണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന ഒരാളാണ്. അപ്പോൾ മുകേഷ് സിനിമാ താരമാണെങ്കിൽ സീരിയലിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ആളാണ് കൃഷ്ണകുമാർ. പക്ഷെ കൃഷ്ണകുമാർ വന്നിട്ടും BJPയുടെ വോട്ട് അനങ്ങാതെ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മുഖം കൊണ്ടുള്ള പരിചയവും അത്തരത്തിലുള്ള പ്രചരണവും മാത്രം നടക്കുകയും ഒരുപക്ഷെ താഴെത്തട്ടിൽ BJP ആ ഒരു സംഘടനാ ശേഷി ഉപയോഗിച്ച് പൂർണ്ണമായിട്ടും വർക്ക് ചെയ്യാത്തതാകാം ഒരുപക്ഷെ കാരണം. എന്തായാലും വളരെ വളരെ കംഫർട്ടബിൾ. പിന്നെ വേറൊരു കാര്യമുണ്ട്. പ്രേമചന്ദ്രനെ കുറിച്ച് നേരത്തെ തന്നെ ആക്ഷേപമുണ്ട്. BJPയുടെ വോട്ട് വാങ്ങിക്കുന്ന ആളാണ് പ്രേമചന്ദ്രൻ എന്നുള്ളൊരു പ്രശ്നം അവിടെ നിൽക്കുന്നുമുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പ്രചരണം ഉണ്ടായിട്ടും പ്രേമചന്ദ്രന് വോട്ട് കുറയുന്നതാണ് കാണുന്നത്. നമുക്ക് എന്തായാലും NK പ്രേമചന്ദ്രന് 47, M. മുകേഷിന് 36, G. കൃഷ്ണകുമാറിന് 14 എന്നുള്ളതാണ് ഈ സർവേ പ്രൊജക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ നിമിഷം ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു കാര്യം, കൊല്ലത്ത് NK പ്രേമചന്ദ്രന് സിറ്റിംഗ് MP-ക്ക് വ്യക്തമായ മുൻതൂക്കം. പ്രേക്ഷകർ കാത്തിരിക്കുന്ന വടകരയിൽ ആരാണ് മുൻപിൽ? കഴിഞ്ഞ തവണ 6 പോയിന്റിന്റെ ലീഡാണ് പി മാർക്ക് മാതൃഭൂമി ന്യൂസ് ഒപ്പീനിയൻ പോൾ KK ശൈലജയ്ക്ക് കൊടുത്തത്. നമ്മുടെ ഒന്നാം ഘട്ടത്തിൽ 6% വ്യത്യാസത്തിൽ KK ശൈലജ എത്തിയിരുന്നു. അവിടെ ഷാഫി വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള ഒരു ഓളം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഓളം രണ്ടാം ഘട്ടത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി അറിയാനുള്ളത്. അതുപോലെ തന്നെ BJP എങ്ങനെ പോകുന്നു എന്നുള്ളതും അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും KK ശൈലജ ഇതിനോടകം ഓവർടേക്ക് ചെയ്തിട്ടുണ്ടാകുമോ ഷാഫി പറമ്പിൽ? അവിടെ യുവാക്കളെയൊക്കെ കയ്യിലെടുക്കുന്നു. വലിയ ആൾക്കൂട്ടം ഷാഫിയുടെ പരിപാടികൾക്കുണ്ടാകുന്നു. 2 പക്ഷവും മത്സരിച്ച് വലിയ റോഡ് ഷോകൾ, റാലികളൊക്കെ നടത്തുന്നു. ശരിക്കും ഇലക്ഷന്റെ ആവേശം ഏറ്റവും കൂടുതൽ എവിടെയാണെന്ന് പോയി കണ്ടറിയണമെങ്കിൽ അത് വടകരയിൽ ചെല്ലണം. വടകര ഇതിനു മുൻപും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണ്, വടകര ഇതിനു മുൻപും പലതരത്തിൽ രാഷ്ട്രീയ പ്രാധാന്യം നേടിയ തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്. അത് ആ രാഷ്ട്രീയത്തിനനുസരിച്ച് അങ്ങനെയുള്ള ഘട്ടങ്ങളിലെല്ലാം രാഷ്ട്രീയമായി തന്നെ ചിന്തിക്കുകയും രാഷ്ട്രീയമായി വിധി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള പാരമ്പര്യമുള്ള മണ്ഡലമാണ് വടകര. ഇത്തവണ എന്താകുന്നു എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. തീർച്ചയായും ഒരു പ്രസ്റ്റീജ് ഫൈറ്റ് ആണ്. ഇടതുപക്ഷത്തിന് തോൽക്കാൻ വയ്യ. അവരുടെ കടത്തനാടൻ കോട്ട കൈവിടുക എന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ കഴിയാത്ത കാര്യമാണ്. പക്ഷേ 2009 മുതൽ ഇങ്ങോട്ട് എടുത്താൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജയിക്കുന്നു, K. മുരളീധരൻ ജയിക്കുന്നു. CPM-ന്റെ കോട്ട
കോൺഗ്രസ് പിടിച്ചെടുക്കുന്നു. അത് തിരികെ പിടിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അഭിമാന പ്രശ്നമാണ്. എൻ ഷംസീറിന് പറ്റിയില്ല, പി ജയരാജന് പറ്റിയില്ല. കെ കെ ശൈലജ എന്ന സംസ്ഥാനത്തെ CPM-ന്റെ ഏറ്റവും പോപ്പുലറായ നേതാവിനെ രംഗത്തിറക്കിയത് ആ കോട്ട തിരിച്ചു പിടിക്കാൻ തന്നെയാണ്. അങ്ങനെ കോട്ട തിരിച്ചു പിടിക്കാനുള്ള ശ്രമം CPM നടത്തുമ്പോഴും CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടായ ചില നടപടികളുടെ പേരിൽ ഇപ്പോൾ TP ചന്ദ്രശേഖരൻ വധം, ഇതൊക്കെ CPM-ന്റെ അടിത്തറ അവിടെ ചെറിയ രീതിയിലെങ്കിലും ഇളക്കുന്നതിൽ, ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ വലിയ രീതിയിൽ CPM തിരിച്ചു വരുന്നുണ്ട്. പക്ഷേ ലോക്സഭയിൽ എന്തുകൊണ്ട് CPM പരാജയപ്പെടുന്നു എന്നുള്ളത് CPM തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ഘട്ടത്തിലാണ് പാനൂരിൽ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായത്. വടകര മണ്ഡലത്തിലാണ്. അപ്പോൾ അക്രമ രാഷ്ട്രീയം ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറുന്നു. ഷാഫി പറമ്പിലിന്റെ സ്വീകാര്യത വേഴ്സസ് കെ കെ ശൈലജ ടീച്ചറുടെ സ്വീകാര്യത. ഞാൻ വടകരയിൽ കണ്ട ഒരു കാര്യം പറയട്ടെ. ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തിന്റെ പല ഭാഗത്തുമുണ്ട്. അത് ഏറ്റവും കുറഞ്ഞ ലെവലിലുള്ളത് വടകരയിലാണ്. കാരണം ടീച്ചറെ അങ്ങനെ ഭരണത്തിന്റെ പ്രതിനിധിയായിട്ട് ജനങ്ങൾ കാണുന്നില്ല. ഒരു കഴിഞ്ഞ മന്ത്രിസഭയിൽ മന്ത്രി ആയിരുന്നപ്പോൾ വളരെ പോപ്പുലർ ആയിരുന്നതാണ്. അല്ല, അത്തരമൊരു സ്വീകാര്യത അല്ലെങ്കിൽ ആ ജനപ്രിയത ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കെ കെ ശൈലജയെ അവിടെ വടകരയിൽ മത്സരിപ്പിക്കാൻ CPM തീരുമാനിച്ചത്. മറ്റു പല പോരായ്മകളുണ്ടെങ്കിലും ഇപ്പോൾ ഈ അക്രമ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെടുത്തി CPM-നെതിരെ പ്രചരണം നടക്കുമ്പോഴും അതിനെല്ലാം മറികടക്കാൻ കഴിയുന്ന നേതാവ് എന്നുള്ള രീതിയിൽ, സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലാണ് CPM കെ കെ ശൈലജയെ കൊണ്ടുവന്നത്. അത് വിജയിക്കുമോ ഇല്ലേ എന്നുള്ളതാണ് അറിയാനുള്ളത്. തീർച്ചയായും വടകരയിൽ ഒരുപാട് രാഷ്ട്രീയ അടിയൊഴുക്കുകളുണ്ട്. വനിതകളിലൊക്കെ, സ്ത്രീകളിൽ, കുടുംബിനികളിലൊക്കെ കെ കെ ശൈലജ ടീച്ചർക്ക് ചെലുത്താൻ കഴിയുന്ന സ്വാധീനം, അവർ ഒരു വനിതാ മന്ത്രി എന്നുള്ള നിലയിൽ, ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ ഉണ്ടാക്കിയിട്ടുള്ള പോപ്പുലാരിറ്റി, അത് CPM-നെ സംബന്ധിച്ച് ട്രംപ് കാർഡാണ്. ഒപ്പം മറ്റ് സാമുദായിക സമവാക്യങ്ങളൊക്കെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. അങ്ങനെ പൊളിറ്റിക്കലായി വോട്ട് ചെയ്യുന്ന പാരമ്പര്യമുള്ള വടകരയിൽ അന്തർധാരകളും അടിയൊഴുക്കുകളും വേറെയുമുണ്ട്. അടിയൊഴുക്കുകൾ, അന്തർധാരകൾ, അതുപോലെ തന്നെ സാമുദായികമായ ധ്രുവീകരണത്തിന് വലിയ രീതിയിലുള്ള സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്തവണ നടക്കാൻ പോകുന്നത്. തീർച്ചയായും കടത്തനാടൻ അങ്കത്തട്ടിൽ ആരാണ് വിജയിയാവുക? ആർക്കൊപ്പമാണ് വടകര? കാത്തിരിക്കേണ്ട. ഇനി ഇതാ പ്രേക്ഷകരുടെ സ്ക്രീനിൽ വടകരയുടെ പ്രൊജക്ഷൻ. വടകരയിൽ ആര്? 44% 41% ഷാഫി പറമ്പിൽ. കഴിഞ്ഞ തവണത്തേക്കാൾ വ്യത്യാസം കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ തവണ 6% വ്യത്യാസത്തിൽ കെ കെ ശൈലജ മുന്നിലായിരുന്നെങ്കിൽ ഇപ്പോൾ വെറും 3% വ്യത്യാസം മാത്രമേ ഷാഫിയും കെ കെ ശൈലജയും തമ്മിലുള്ളൂ. പോരാട്ടം കടക്കുകയാണ്. ഷാഫി പറമ്പിൽ കളത്തിൽ ഇറങ്ങിയതിനു ശേഷം വടകരയുടെ ഗ്രൗണ്ടിൽ മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. കാരണം കഴിഞ്ഞ പ്രൊജക്ഷൻ അനുസരിച്ച് 35% വോട്ടാണ് UDF-ന് പറഞ്ഞിരുന്നതെങ്കിൽ അത് 41 കൂടുന്നു. അതായത് ഷാഫി വന്ന് കളം പിടിച്ചതിന് ശേഷം 6% വർധനവ് അവിടെ ഉണ്ടായിരിക്കുന്നു. ടീച്ചറെ സംബന്ധിച്ച് 41-ൽ നിന്ന് 44 ആകുന്നു. അപ്പോൾ ഷാഫി 35-ൽ നിന്ന് 41-ലേക്ക് ഇതിനോടകം ഉയർത്തിയിരിക്കുന്നു. ഇനിയുണ്ട് 11 ദിവസം. ഇനി 11 വ്യത്യാസം. ഇനിയും അത് ഒരുപക്ഷെ അടുക്കാം. അതുപോലെ തന്നെ CPM കുറെ കൂടി നില മെച്ചപ്പെടുത്താം. അങ്ങനെ പല സാധ്യതകളുണ്ട്. ഏതായാലും വടകര ഇതുവരെ കാണാത്ത രാഷ്ട്രീയ പോരാട്ടത്തിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കഴിഞ്ഞ തവണ കെ മുരളീധരൻ 49.8% വോട്ടാണ് പി ജയരാജനുമായി മത്സരിച്ചപ്പോൾ നേടിയത്. 41.8 ആയിരുന്നു LDF-ന്റെ വോട്ട് വിഹിതം. ആ LDF-ന്റെ വോട്ട് വിഹിതത്തിൽ നിന്ന് കഴിഞ്ഞ തവണ പി ജയരാജന് കിട്ടിയതിനേക്കാൾ വോട്ടുകൾ ടീച്ചർ സമാഹരിക്കുന്നു. 41.8-ൽ നിന്ന് 44 ആക്കാൻ ടീച്ചർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം ഷാഫി 49.8-ലേക്ക് എത്താൻ വേണമെങ്കിൽ കഴിയുമെന്ന നിലയിൽ പരിശ്രമിക്കുന്നു. ഇപ്പോൾ 41 എത്തിയിരിക്കുന്നു. അതേസമയം BJP-യുടെ വോട്ട് ഷെയറിൽ ഡിക്ലൈൻ ഉണ്ട്. അതായത് ഇലക്ഷൻ മുറുകുന്നതിനനുസരിച്ച് BJP-യുടെ വോട്ട് ഷെയർ കുറയുന്നുണ്ട്. രാഷ്ട്രീയമായ പോരാട്ടമായി മാറുമ്പോൾ അത് UDF-ഉം അതുപോലെ തന്നെ കോൺഗ്രസും CPM-ഉം തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി വരുന്ന ദിവസങ്ങളിൽ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഈ പലതരത്തിലുള്ള അടിയൊഴുക്കുകൾ, അന്തർധാര, അതിന്റെ ധ്രുവീകരണം, അത് വലിയ തോതിൽ അവിടെ നടക്കാൻ പോവുകയാണ് ഇപ്പോഴത്തെ സാഹചര്യം. തീർച്ചയായും വടകരയുടെ ഇരുധ്രുവ രാഷ്ട്രീയത്തിൽ BJP-യെ സംബന്ധിച്ച് വലിയ റോൾ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒരു പക്ഷേ ഈ ഡിക്ലൈനിങ് ട്രെൻഡ് കുറച്ചുകൂടി, അതായത് വോട്ടിംഗ് സന്ദർഭമാകുമ്പോൾ കുറച്ചുകൂടി ആ ട്രെൻഡ് കൂടിയേക്കാം. അങ്ങനെയാണെങ്കിൽ BJP-യുടെ വോട്ട് ഷെയർ ഇനിയും താഴെ പോകാനാണ് സാധ്യത. ഇപ്പോൾ 3% മാത്രം വ്യത്യാസം. വളരെ ക്ലോസ് ആണ് വടകര. 3% മാത്രം വ്യത്യാസം. ഈ 3% ഷാഫി പറമ്പിലിനും മേക്കപ്പ് ചെയ്യാൻ കഴിയുമോ? ഇതാണ് വരുന്ന 11 ദിവസം കൊണ്ട് തീരുമാനമാകുന്ന കാര്യം. അവിടെ CPM പ്രതിരോധത്തിലാവുന്ന ഒരു കാര്യമുണ്ട്. നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത കാര്യം, അക്രമ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് അവിടെ ബോംബ് നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടിയ കാര്യം, പാനൂരിൽ ബോംബ് പൊട്ടിയ കാര്യം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
കെ ശൈലജ തന്നെ പ്രതിരോധത്തിലായി പോകുന്ന കാര്യമാണ്. ഇത് CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടായത് CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ്. തീർച്ചയായും അവിടെ ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് പല ന്യായങ്ങൾ ഉണ്ടാകും അവർക്ക് പറയാനെങ്കിലും ഈ ബോംബ്, മരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വടകരയുടെ ഒരു പശ്ചാത്തലത്തിലേക്ക് വരിക എന്നുള്ളത് ഇലക്ഷൻ ഘട്ടത്തിൽ വളരെ വളരെ തിരിച്ചടിയാക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിന് ശേഷിയുള്ള ഒരു ഘടകമാണ്. അഭിലാഷ്, ഒരു കാര്യം, ഈ ഷാഫി അവിടെ വരുമ്പോൾ ഷാഫിയോട് എപ്പോഴും കൂടെ നിന്ന് നയിക്കുന്ന ഒരു നേതാവ് എന്ന് പറയുന്നത് കെ രമയാണ്. കെ രമ അവിടെ വലിയൊരു സിംബലാണ്, പ്രതീകമാണ്, ഒരു സംശയം, വലിയൊരു പ്രതീകമാണ്. അത് നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ബോംബ് സ്ഫോടനം CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടാകും. തീർച്ചയായും. എന്തായാലും കെ ശൈലജയും ഷാഫി പറമ്പിലും തമ്മിലുള്ള അന്തരം 3 കുറഞ്ഞിരിക്കുന്നു. ഷാഫി പതുക്കെ ആ ഗ്യാപ്പ് ഇങ്ങനെ ബ്രിഡ്ജ് ചെയ്ത് വരുന്ന കാഴ്ചയാണ് വടകരയിൽ കാണുന്നത്. അതായത് നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഇഞ്ചോടിഞ്ചെന്ന് പറയില്ലേ, അങ്ങനെ ഒരു ഫൈറ്റിലേക്ക് വടകര പോകുന്നതിന്റെ എല്ലാ സൂചനയും ഈ ഒപ്പീനിയൻ പോളിലുണ്ട്. എത്രമാത്രം മത്സരം കടുക്കും, ഇനിയുള്ള 11 ദിവസങ്ങൾ അത് കൂടുതൽ വെളിവാക്കുന്ന ദിവസങ്ങളായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇനിയും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുക എന്ന് മാത്രമല്ല, ഷാഫി പറമ്പിൽ ജയിക്കുകയാണ് എങ്കിൽ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ടാകും. അങ്ങനെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ സംസ്ഥാനത്ത് BJPക്ക് ഒരു അംഗം നിയമസഭയിൽ ഉണ്ടാകും എന്ന ക്യാമ്പയിനും LDF നടത്തുന്നുണ്ട്. CPM അതിന്റെ സംഘടനാപരമായ എല്ലാ ശക്തിയും പുറത്തെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പൊ കണ്ണൂർ ജില്ലയിലുള്ള 2 മണ്ഡലങ്ങൾ വടകരയിലുണ്ട്. ഒന്ന് തലശ്ശേരി, മറ്റൊന്ന് കൂത്തുപറമ്പ്. എണ്ണയിട്ട യന്ത്രം പോലെ CPM-ന്റെ സംഘടനാ മിഷനറി യന്ത്രം പോലെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ 2 മണ്ഡലങ്ങളിൽ. മറ്റ് 5 മണ്ഡലങ്ങൾ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന മണ്ഡലങ്ങളാണ്. അത് തന്നെ വടകര ഒഴിച്ച് എല്ലാം ഇടതുമുന്നണി ജയിച്ച മണ്ഡലങ്ങളാണ്. കുറ്റ്യാടി പോലെ ഇഞ്ചോടിഞ്ച് മത്സരം നടന്ന് ചെറിയ വോട്ടിന് ജയിച്ച മണ്ഡലങ്ങളുണ്ട്. ഇവിടെയും വളരെ ശക്തമായ സംഘടനാ സംവിധാനം. വടക്കേ മലബാർ എന്ന് പറയുന്നത് CPM-ന് അതിന്റെ സംഘടനാ മിഷനറിക്ക് ഏറ്റവും കരുത്തുള്ള ഇടമാണ്. ആ മെഷീനെ അതുപോലെ ചലിപ്പിക്കുന്നുണ്ട് CPM. അത്ര കഷ്ടപ്പെട്ട് പ്രവർത്തകർ, എനിക്ക് തോന്നുന്നു ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആവേശത്തോടുകൂടി പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ, തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ പങ്കെടുക്കുന്ന വേറൊരു സ്ഥലമില്ല. ഞാൻ പോയപ്പോൾ അത്ര വലിയ ആവേശമാണ് വടകരയിൽ. അതുകൂടി നമ്മൾ കാണണം. അതിന്റെയും കൂടി വിളവെടുപ്പാണ് നമ്മൾ കാണാൻ പോകുന്നത് വടകരയിൽ. ഈ ജൂൺ 4-ന് വോട്ടെണ്ണുന്ന ദിവസവും കേരളത്തിലെ എല്ലാവരും രാഷ്ട്രീയ താല്പര്യമുള്ളവരും എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഫലം എന്ന് പറയുന്നത് വടകരയിലാണ്. തീർച്ചയായും വടകര, തൃശ്ശൂർ, തിരുവനന്തപുരം ഇതൊക്കെ നിർണായകമാകും. ഇന്നത്തെ 7 മണ്ഡലങ്ങളും നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. 7-ൽ 6 UDF ആണ്, 1 LDF. വടകര മാത്രം, ബാക്കി 6 UDF എന്നുള്ളതാണ് മാതൃഭൂമി ന്യൂസ് P-മാർക്ക് അഭിപ്രായ സർവേയിലെ ഇന്നത്തെ കണക്ക്. ഇനി നാളെ 6 മണ്ഡലങ്ങളും. അഭിലാഷ്, ഇതുവരെ 14 മണ്ഡലത്തിന്റെ പ്രവചനം നമ്മൾ പുറത്തുവിട്ടു. അതിൽ 11 UDF, 3 LDF. 3 LDF മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് കണ്ണൂര്, ഒന്ന് പാലക്കാട്, മറ്റൊന്ന് വടകര. മലബാറിലെ 3 മണ്ഡലങ്ങൾ LDF-ന്, ബാക്കി 11 മണ്ഡലങ്ങൾ UDF-ന്. അഭിലാഷ്, ഇന്നത്തെ ഒന്ന് പറയാം. മലപ്പുറം UDF, ആലത്തൂർ UDF, ഇടുക്കി UDF, പത്തനംതിട്ട UDF, ആലപ്പുഴ UDF, കൊല്ലം UDF, വടകര LDF. ഇതാണ് ഇന്നത്തെ കണക്ക്. ഇന്നത്തെ 6 മണ്ഡലങ്ങളിൽ 1 LDF പക്ഷത്തേക്ക് ചായുന്നത്. അത് ഗ്ലാമർ പോരാട്ടം നടക്കുന്ന വടകരയാണ്. നാളെ മറ്റൊരു ഗ്ലാമർ പോരാട്ടം നടക്കുന്ന തൃശ്ശൂരുണ്ട്. തൃശ്ശൂരടക്കം 6 മണ്ഡലങ്ങൾ നാളെയാണ്. കാത്തിരിക്കൂ പ്രേക്ഷകർ.